അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നയിക്കുവാമേ.
നമ്മൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? അത് ഇപ്പം നമ്മൾ എൻജിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ കണ്ടത് എന്താണ്? ഇന്നലെ കണ്ടത് ഔട്ട്ലെറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? വേസ്റ്റ് വാട്ടർ എഴുതി ഒഴുകി പോകാനുള്ള ഒരു എൻജിൻ ഉണ്ടെങ്കിൽ, ഒരു കിച്ചൺ ഉണ്ടെങ്കിൽ ഒക്കെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഒരു എൻജിൻ ഉണ്ടെങ്കിൽ ഈ പുക പോകാൻ വേണ്ടിയുള്ള വേറെ ഒരു ഇതാണ് എക്സോസ്റ്റ് പൈപ്പൊക്കെ പോലുള്ള സംഭവമില്ലേ? അതെന്തിനാണ്? ഈ എൻജിൻ ഹീറ്റ് പുറപ്പെടുവിക്കുമ്പോൾ ഓവർ ഹീറ്റായിട്ട് വരുന്നത് തണുക്കാൻ വേണ്ടി, ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടിയാണ് എക്സോസ്റ്റ് പൈപ്പ് ഉള്ളത്. ആ എക്സോസ്റ്റ് പൈപ്പ് വേറൊരു സംഭവമാണ്, വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റുള്ള ഒരു സംഭവമാണ്. എക്സോസ്റ്റ് പൈപ്പ് ഉണ്ടാകും ഓവർ ഗ്യാസ്, ഓവർ ഹീറ്റ് പോകാൻ വേണ്ടി. അതുപോലെ ആധ്യാത്മിക ജീവിതത്തിലും ജീവിച്ചു വരുമ്പോൾ ഒരു എക്സോസ്റ്റ് പൈപ്പ് ഉണ്ട് ഓവർ ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടി. എന്താണെന്നറിയാവോ? ലൂക്കാ 16:9 ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യ കൂടാരങ്ങളിൽ സ്വീകരിക്കും. അധാർമിക സമ്പത്തിന്റെ കുഴപ്പം നമ്മളെ റിജക്ട് ചെയ്യാൻ അവസാനം റിജക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു എക്സോസ്റ്റ് പൈപ്പ് വെച്ചിരിക്കുകയാണ്. എന്താണ്? അതായത് പാപകരമായ പണം കയ്യിലുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. പിന്നെ നിങ്ങൾ കൊടുക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾ കൊടുക്കും. ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ടെ, പാമ്പ് കടിച്ചു, നമ്മൾ എന്ത് ചെയ്യും? ആ രക്തം ഒഴുക്കിക്കളയും. എന്തുമാത്രം ഒഴുക്കും? പകുതി ഒഴുക്കിയേക്കാം, പകുതി അവിടെ ഇരിക്കട്ടെ, അങ്ങനെ കാണുന്നത് അല്ല. ഈ കള്ളത്തരം കാലത്ത് കള്ളക്കണക്ക് ഉണ്ടാക്കണവന്മാരെല്ലാം ഈ ദാനധർമ്മം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്? പാമ്പ് കടിക്കുമ്പോൾ പകുതി രക്തം ഒഴുക്കിക്കളയും. പകുതി രക്തം അവിടെ ഇരിക്കുമെന്ന് വിചാരിക്കുവോ? ഇല്ല, മൊത്തം ഒഴുക്കിക്കളയണം. ധാർമ്മിക സമ്പത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു അംശം ആൾക്കാർക്ക് കൊടുക്കും. പെണ്ണ് കെട്ടി ആൾക്കാരെ കല്യാണം കഴിപ്പിക്കാൻ, വീട് വെക്കാനൊക്കെ കൊടുക്കും. പക്ഷെ പകുതി നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ കൈ ഇവിടുന്ന് രാശി പറയണ മുമ്പ് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടി വരും. ധാർമ്മിക സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇത് ഒരു ഔട്ട്ലെറ്റാണ്, എക്സോസ്റ്റ് പൈപ്പാണ്. എൻജിൻ ഓവർ ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കർത്താവ് തന്നിരിക്കുന്ന ഒരു പ്രൊവിഷൻ, ഈശോ ഉണ്ടാക്കിയൊരു പ്രൊവിഷൻ. അനുതാപം പോലെ, വേസ്റ്റ് വാട്ടറിൻ്റെ അനുതാപം പോലെ വേസ്റ്റ് ഹീറ്റ് പോകുന്നതിന് വേണ്ടിയാണ് എക്സോസ്റ്റ് പൈപ്പ് വെച്ചിരിക്കുന്നത്. അതാണ് അധാർമിക സമ്പത്ത്. പക്ഷെ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധാർമിക സമ്പത്തുള്ള ആൾക്കാരും കണക്ക് സർക്കാരിനെ വെട്ടിക്കുന്നവരും അല്ലാത്ത ആൾക്കാരും ഒക്കെ പലതരത്തിൽ സഹോദരന്മാരെ പറ്റിക്കുന്നവരൊക്കെ ഇല്ലേ, സഹോദരിമാരെ പറ്റിക്കുന്നവരില്ലേ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ ഈ സാധനം കൊടുക്കും. ഇനി അപ്പനും അമ്മനും കയ്യിലെടുത്തോണ്ട് ആങ്ങളമാരെ പറ്റിക്കുന്നവരില്ലേ, എന്തുമാത്രം പെമ്പിളരാണ്. പലപ്പോഴും സങ്കടം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കാലത്ത് നിങ്ങൾ പെമ്പിളർ എന്നോട് കരുത്തക്കരുമെന്ന് അറിയത്തില്ല, എനിക്ക് തോന്നിയിരിക്കുന്ന സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ട്. പല കുടുംബങ്ങളിലും ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ആൺപിള്ളേരാണ് ഇന്നത്തെ കാലത്ത്. വെച്ചാൽ ഈ പെൺപിള്ളേർ ഒന്നുകിൽ അവർ പഠിക്കും, കുത്തിയിരുന്ന് പഠിക്കും, അവർക്ക് ജോലിയൊക്കെ വാങ്ങിക്കുവരും. എന്നിട്ട് പിന്നെ എന്താ അവരാണ് മാക്സിമം അപ്പനും അമ്മനും ഉപയോഗിക്കുന്നത്. കാര്യം ഈ ആൺപിള്ളേർക്കാണെങ്കിൽ ജോലി കിട്ടാൻ താമസിക്കും, അവർ ചില പഠിത്തത്തിൽ പുറകായിരിക്കും. പക്ഷെ എന്ത് പറ്റും? അപ്പനും അമ്മയും പണമുള്ളവരുടെ കൂടെ അല്ലേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ പണം, ശമ്പളക്കാരുടെ പണം വെച്ചുകൊണ്ട് അവർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആമ്പിള്ളേർക്ക് എന്ത് പറ്റും? അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റണില്ല, അവർക്ക് പണമില്ല, അപ്പനും അമ്മയും അവർ കേൾക്കണില്ല. അവർ പെൺമക്കൾ പറഞ്ഞ മട്ടിലൊക്കെ അപ്പനമ്മയും ഒപ്പിട്ട് കൊടുത്തിരിക്കും. അവസാനം അവനും വീട് പോലും ഇല്ലാതെയാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അനീതികൾ ഒത്തിരി ഉണ്ട്. അധാർമികമായ സമ്പത്ത് എന്ന് പറയുന്നത് ഇതാണ്. അധാർമികമായ സമ്പത്ത് ആടകൻ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തോന്നണത് ഫസ്റ്റ് ചെയ്യാവുന്നത്, നിങ്ങൾ സ്നേഹിതന്മാരെ സമ്പാദിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് ആ പണം, ആർക്കാണ് നിങ്ങളിങ്ങനെ തരികിട കാണിച്ചപ്പോൾ നഷ്ടപ്പെട്ടത്, അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതും പറ്റിയില്ലെങ്കിൽ മാത്രമേ സ്നേഹിതന്മാർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ രഹസ്യമായി കൊടുത്ത ഈശോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അണ്ടർസ്റ്റുഡാണ്. ആദ്യം അത് ആർക്കാണ് നഷ്ടപ്പെടുത്തി അവർക്കാണത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടത്. എൻ്റെ മക്കളെ, ഞാൻ പറയുന്നത് ചിലപ്പോൾ വിശ്വസിക്കുന്നതിലിരിക്കും,
പക്ഷെ നിങ്ങൾ പണി മേടിക്കും. എന്താ കാര്യം? ഈശോ പറഞ്ഞതിന് എനിക്കും പറയാനുള്ളത്, ഞാൻ പോകുന്നു, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന്. അതുപോലെ ഞാൻ അമ്മയെ നേരെ കണ്ടത് കൊണ്ടാണ് സ്വർഗം എന്താണെന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കാർക്കശ്യമായിട്ട് സംസാരിക്കുന്നത്. അല്ലാതെ താത്വിക പ്രബോധനം നടത്തുകയോ അല്ലാതെ ഒരു ദൈവശാസ്ത്ര പ്രമേയത്തിന് ഒരു നിലപാടെടുക്കുകയോ ചെയ്യണമല്ല വിഷയം. അനുദിനമുള്ള ജീവിത പ്രശ്നത്തിൽ സുവിശേഷവിഹിതമായ ജീവിതത്തിൽ പാളിച്ചകൾ വരുമ്പോൾ അത് നമ്മൾ റെക്ടിഫൈ ചെയ്യണം. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഒരു മനുഷ്യനെ സോപ്പിട്ടിട്ടാ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലത്തിന് പറ്റുന്ന രീതിയിൽ മനുഷ്യനെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ രക്ഷപ്പെടുത്താൻ വേണ്ടി ബൈബിള് വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില അണ്ണന്മാർ രക്ഷപ്പെടാതിരിക്കുന്ന കാരണം അവന്മാരുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ്. അവർ ദൈവത്തെ മാറ്റി നിർത്തി അവരുടേതായിട്ടുള്ള സുഖങ്ങൾക്ക് പോയിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ നിന്ന് പണിയും മേടിച്ച് വരുമ്പോഴാണ് മോങ്ങിക്കൊണ്ട് വരണത്. ചിലപ്പോൾ റിജക്റ്റായി പോകും, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രഭു ഞങ്ങൾക്കും തുറന്നു തരണമേ, പോയി പണി നോക്കാൻ പറയും. പിന്നെ ഐ ഡോണ്ട് നോ യു, എനിക്ക് നിങ്ങളെ അറിയത്തില്ലെന്നല്ലേ പറയണത്. ഇന്നിപ്പോൾ ബൈബിൾ എന്തുകൊണ്ടാണ് കർക്കശമായിട്ട് പ്രഘോഷിക്കാത്തത്? അനുതാപത്തെക്കുറിച്ച് എന്താ പറയാത്തത്? ഞാനിതിനെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കും. എനിക്ക് ഭയങ്കരമായ ഒരു പ്രാർത്ഥന ആവശ്യമുള്ളൊരു മേഖലയാണിത്. അതായത് ആത്മീയ വിഷയം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായ ദിശാബോധങ്ങൾ ഉണ്ടാകാനും ക്രിസ്തു എന്ന് പറഞ്ഞ ആളിൻ്റെ രക്തത്തിൻ്റെ വിലക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരു ഒരു പ്രതിബദ്ധത നമുക്ക് വേണ്ടാണ്. സഭയുടെ പേരിൽ വരുന്നുണ്ടെങ്കിൽ ആത്മരക്ഷയായിരിക്കണം ആദ്യത്തെ സംഭവം. ആത്മരക്ഷയ്ക്ക് കുറഞ്ഞ വേറെ ഒരു കാര്യത്തിനും വലിയ പ്രാധാന്യമൊന്നുമില്ല. മത്തായി 7:22-23. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അതെ, ഇതൊക്കെയാണ് അവസ്ഥ. നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെന്ന് കൂടിയുണ്ട്. ഈ അനീതി പ്രവർത്തിക്കുന്നവരെന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ അധാർമിക സമ്പത്ത്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അലിൻ. ഞാൻ പന്തളത്ത് നിന്നാണ് വരുന്നത്. ഞാനൊരു ഓർത്തഡോക്സ് സഭാംഗമാണ്. ഞാൻ കൃപാസനത്തിൽ ആദ്യമായി വരുന്നത് എൻ്റെ കസിൻ പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അത് 2023 അവളിവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ്. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള ധൈര്യം ആദ്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ടായിരുന്നു, അതെല്ലാം പാലിക്കണം, അതെല്ലാം എനിക്ക് സാധിക്കുമോ എന്നുള്ള ഭയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചിരുന്നില്ല. ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും ഇവിടെ വന്നു, പള്ളിയിൽ വന്നു. നോർമലി പള്ളിയിൽ വരുന്ന മാതിരി വന്ന് പ്രാർത്ഥിച്ച് പോയി. അത് കഴിഞ്ഞ് ഞാൻ അന്ന് രാത്രി നോർമൽ ഒരു ഡേ ആയിരുന്നു. എനിക്ക് ആക്ച്വലി 10 വർഷമായിട്ട് എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. സിസേറിയൻ ആയിരുന്നത് കൊണ്ട് ആദ്യമൊക്കെ കുറേ മരുന്നൊക്കെ എടുത്തെങ്കിലും ഡോക്ടർമാർ പറയുന്ന അതാണ് സിസേറിയൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. സോ അത് ലൈഫ് ടൈം നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ഒരു രീതിക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആദ്യമൊക്കെ മരുന്ന് എടുത്തെങ്കിലും പിന്നെ അങ്ങനെ മരുന്ന് എടുക്കാതായി. കാരണം അത് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ, നമ്മളത് പിന്നെ പ്രത്യേകിച്ച് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു ചിന്തയിലിരിക്കുമായിരുന്നു. ഞങ്ങളിവിടുന്ന് പോയി. അന്ന് എനിക്ക് നടുവേദന എന്ന് പറഞ്ഞാൽ കാലത്ത് എണീക്കുമ്പോൾ ഒരു അരമണിക്കൂറോളം ഒരു കൂനി ഒന്ന് നടന്നിട്ടേ ഒന്ന് നിവർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനും എന്നാലേ സാധിക്കുള്ളൂ. ഞാൻ ഇവിടെ പള്ളിയിൽ വന്നിട്ട് പോയി. പിറ്റേ ദിവസം വെളുപ്പിനെ എഴുന്നേറ്റപ്പോൾ തന്നെ ആസ് യൂഷ്വൽ നടുവേദനയുണ്ട്. ഞാൻ നടുവിന് എൻ്റെ കൈ വെച്ചിട്ട് എൻ്റെ മാതാവേന്ന് പറഞ്ഞ് ഞാൻ നിവർന്നു. അന്ന് മുതൽ എനിക്ക് ഇന്ന് വരെ ആ നടുവേദന ഉണ്ടായിട്ടില്ല. ആ ഒരു ഒറ്റ നിവരലിനോട് കൂടെ എൻ്റെ 10 വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദന മാറിക്കിട്ടി.
എനിക്ക് സത്യം പറഞ്ഞാൽ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ 10 വർഷം കൊണ്ട് സാധിക്കാത്തത് ഒരൊറ്റ രാത്രി കൊണ്ടാണ് എനിക്ക് സാധിച്ചു തന്നത്. അതോടുകൂടി ഞാൻ തീരുമാനിച്ചു, ഞാൻ ഉടമ്പടി എടുക്കേണ്ടവളാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അച്ഛൻ പറയാറുള്ള പോലെ ദൈവത്താൽ വിളിക്കപ്പെട്ടാലല്ലാതെ ഈ സന്നിധിയിലേക്ക് ആരും കടന്നു വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തൊക്കെ വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് തീരുമാനിച്ചു. 2023 നവംബർ 5-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി ആദ്യമൊക്കെ എങ്ങനെയാണ് നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് അറിയില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ധ്യാനം കൂടാറുണ്ട്, അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്, ഡെയിലിയുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്. ആ ഒരു രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ആ ഫസ്റ്റ് ഉടമ്പടി കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞ് അടുത്ത ഉടമ്പടി പുതുക്കലും എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓരോന്നായിട്ട് മനസ്സിലായി തുടങ്ങിയത്. കാരണം ഇത് പ്രാർത്ഥന മാത്രമല്ല, പ്രവൃത്തി കൂടെയാണ് ഉടമ്പടിയിൽ വരുന്നത് എന്നുള്ളത്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാനൊരു 17 വർഷം കൊണ്ട് ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ ബ്രാഞ്ച് മാനേജറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. സോ പുറമേ കാണുമ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലിയാണെങ്കിലും ബാങ്കിങ് മേഖലയിലുള്ളവർക്കറിയാം അത് എത്രമാത്രം മെൻ്റൽ സ്ട്രെസ്സും മെൻ്റൽ ഹരാസ്മെൻറ്റും ഉള്ള ജോലിയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രഷറിലും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വേറെ ജോലികൾ ഞാൻ ഒരു 3 ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഈ 17 വർഷം കൊണ്ട് ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്താലും വേറെ ഒരു ബാങ്കിലേ കിട്ടുകയുള്ളൂ. വേറെ ഒരു ഫീൽഡ് മാറി നോക്കാനോ ഒന്നും അതിനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഏത് ബാങ്കിൽ ചെന്നാലും ഇത് തന്നെയായിരിക്കും, ഒരു ടൈറ്റിൽ റോളിൽ ഇരിക്കുമ്പോൾ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നുള്ളത് അറിയാം. എന്നാലും ഞാൻ വേറെ ബാങ്കിലും ട്രൈ ചെയ്തു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്നെല്ലാം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മെറിറ്റിൽ, കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എൻ്റെ മെറിറ്റിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂ എനിക്ക് അതിൻ്റെ സെക്കൻഡ് ലെവല് പാസ്സാവാൻ സാധിച്ചില്ല. സോ വീണ്ടും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങളിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്നും ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് ഞാൻ എന്നും ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ ഒരു ദിവസം കടന്നു പോകണം, സ്മൂത്തായിട്ട് കടന്നു പോകണം എന്നുള്ള ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എന്നാലും പ്രഷറും കാര്യങ്ങളും എല്ലാം സൈഡിലുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്നു. അതിനുശേഷമാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് വേറൊരു ജോബ് ഓഫർ വന്നത്. അത് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫീൽഡാണ്, ചെന്നൈയിലാണ് വർക്ക് ചെയ്യേണ്ടത്. ആൻഡ് എൻ്റെ എക്സ്പീരിയൻസ്, ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഒന്നും കൺസിഡർ ചെയ്യാതെ എനിക്ക് വേറെ ഫീൽഡിലാണെന്നുള്ള എക്സ്പീരിയൻസ് എന്നുള്ള കൺസിഡർ ചെയ്യാതെ അവരെന്നെ സാലറി ഹൈക്കോട് കൂടി ജനറൽ മാനേജർ എന്നുള്ള റോളിലേക്ക് അവർ റിക്രൂട്ട് ചെയ്തു. ഞാനിപ്പം കഴിഞ്ഞ മാസമാണ് അവിടെ ജോയിൻ ചെയ്തത്. ഞാൻ അവിടെ ഓഫർ ലെറ്റർ കിട്ടിയപ്പോഴും ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനായിരുന്നു. എനിക്കറിയാവുന്ന ജോലിയല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത്രയും വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ജോലിയല്ല. സോ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് എനിക്കറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഓഫർ ലെറ്റർ കൊണ്ടുവന്ന് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു, ഈ ജോലിയിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും, വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാനിപ്പോൾ 1 മാസമായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡെയിലി ജോലിക്ക് പോകുമ്പോഴും ഞാൻ അതൊരു വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് പോകുന്നത് എനിക്കിപ്പോൾ ഒരു പതിവാണ്. എന്നാലേ ഒരു ദിവസം തുടങ്ങാൻ എനിക്കൊരു ശക്തി കിട്ടുന്നുള്ളൂ. ആ ഒരു രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇതായിട്ടുള്ള വചനം എന്ന് പറഞ്ഞാൽ ജെറമ്യ 29:11 അതിൽ പറയുന്നത് പോലെ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതൊരിക്കലും നിൻ്റെ നാശത്തിനല്ല, നിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു എൻ്റെ ജീവിതം, ഇതുവരെ എത്തി നിൽക്കുന്ന ജീവിതം, സത്യം പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ജീവിതം, ഞാൻ വിചാരിക്കുന്ന രീതിയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് 2024 എനിക്ക് ഏറ്റവും പ്രതിസന്ധികൾ നിറഞ്ഞ വർഷമായിരുന്നു. എൻ്റെ ഏറ്റവും സപ്പോർട്ട് ഉണ്ടായിരുന്നത് എനിക്ക് എൻ്റെ പാരൻസ് ആയിരുന്നു. ഒരു 6 മാസത്തെ ഗ്യാപ്പിൽ എനിക്ക് 2 പേരെ നഷ്ടപ്പെട്ടു. 2 പേരും കർത്താവിൽ എതിര് പ്രാപിച്ചു. ഞാൻ എൻ്റെ പ്രയാസങ്ങളും എല്ലാം വന്ന് പറഞ്ഞിരുന്നത് എൻ്റെ പാരൻസിൻ്റെ അടുത്താണ്. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരുടെ അടുത്ത് വന്ന് പറയും, അവരുടെ അടുത്ത് വന്ന് കരയും.
ആ ഒരു രീതിക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് അവർ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്ന മെറിറ്റ് പെട്ടെന്ന് സീറോയിലേക്ക് വന്നത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി. ആ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ബലൂൺ വീർപ്പിച്ച് കയ്യിൽ പിടിച്ചിട്ട് പെട്ടെന്ന് കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോൾ ഉള്ളൊരു ഫീലിംഗ്, ആ ഒരു ശൂന്യതയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷേ അതെനിക്ക് പറയാൻ ആരുമില്ല, ആരോട് പറഞ്ഞ് സങ്കടപ്പെടുമെന്നും എനിക്കറിയില്ല. ആ ഒരു അവസ്ഥയിൽ നിന്നപ്പോൾ ഞാൻ പിന്നീടാണ്, ഇപ്പോൾ 1 വർഷത്തോളം ആവാറായി, പിന്നീടാണ് ദൈവത്തിലേക്ക് കൂടുതലെടുത്തതും മാതാവിലേക്ക് കൂടുതലെടുത്തതും. അതിനു മുന്നേ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും എന്നുള്ളതല്ലാതെ പിന്നീട് ഞാൻ കൂടുതൽ ധ്യാനങ്ങൾ കേൾക്കാനും പഴയ ധ്യാനങ്ങൾ കേൾക്കാനും ഡെയിലി ബ്രെഡിൽ മുടങ്ങാതെ പങ്കെടുക്കാനും കുർബാന മുടങ്ങാതെ കാണാനും 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാനും അതെല്ലാം എനിക്ക് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ മമ്മിയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വന്നത് കൃപാസനത്തിലാണ്. ഞങ്ങൾ അന്ന് ആദ്യം വന്നതായിരുന്നു മമ്മി ആദ്യമായിട്ട് അവസാനമായിട്ട് പുറത്തിറങ്ങിയത്. മമ്മിക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫ്രണ്ടിലുള്ള മാതാവിൻ്റെ രൂപത്തിൽ ഇവിടെയുള്ള ബ്രദേഴ്സ് എടുത്തു കയറ്റിയാണ് മമ്മിയെ അവിടെ എത്തിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് മമ്മി എന്നെ മാതാവിൻ്റെ കയ്യിൽ കരം പിടിച്ചു കൊടുത്തിട്ടാണ് കർത്താവിൽ നിദ്ര പ്രാപിച്ചത്. സോ അത് കഴിഞ്ഞ് എനിക്കെൻ്റെ മാതാവാണ്, ഞാൻ എല്ലാം പറയുന്നത് എൻ്റെ മാതാവിൻ്റെ അടുത്താണ്. മാതാവിൻ്റെ അടുത്ത് ഞാൻ കരയും, വർത്തമാനം പറയും, എല്ലാം ചെയ്യാറുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷം കൊണ്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത്. ഞാൻ പ്ലാൻ ചെയ്യുന്നതേ അല്ല എനിക്ക് നടക്കുന്നത്. പെട്ടെന്നുള്ളൊരു ലിഫ്റ്റിംഗ് ആയിരുന്നു. ഒത്തിരി ഡാഡിയും കൂടി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വീട്ടിൽ വരാൻ സാഹചര്യം ഉണ്ടായതും അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ജോബ് ഓഫർ തന്നതും. എല്ലാം അതിനൊരു ഈ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പ്ലാനിങ് തന്നെയാണ്. ദൈവം ആ ഒരു വഴിക്ക് എത്തിച്ചു. അത് നമുക്ക് പ്രതിസന്ധികൾ നിറഞ്ഞ പരീക്ഷണങ്ങൾ നിറഞ്ഞ ഘട്ടമാണെങ്കിലും അത് തരണം ചെയ്യാനുള്ള മാനസിക ധൈര്യവും എല്ലാം ദൈവവും എൻ്റെ മാതാവും എനിക്ക് തരുന്നുണ്ട്. മുന്നോട്ടുള്ള ജീവിതവും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതെൻ്റെ 7ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. ഞാൻ ഇപ്പോൾ ഉള്ള ഉടമ്പടിയിൽ ഞാൻ വെച്ചിരിക്കുന്നതും ആദ്യത്തെ നിയോഗം എനിക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവുന്നതിനും ഉടമ്പടിയിൽ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ ജീവിക്കുന്നതിനും നിത്യജീവൻ പ്രാപിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ആ നിയോഗം എഴുതുന്ന സമയത്ത് തന്നെ എനിക്ക് മുല്ലപ്പൂ വാസന അനുഭവപ്പെട്ടു. അതിനു മുന്നേ ഞാൻ ഉടമ്പടി എടുത്ത് ചെന്ന അന്ന് രാത്രി സ്വപ്നത്തിൽ നമ്മളിപ്പോൾ ഒരു പുതിയ വീട്ടിലേക്കൊക്കെ ഒരു ഷെൽഫിലേക്ക് ഒരു മാതാവിൻ്റെ രൂപം എടുത്ത് സ്ഥാപിക്കുന്നത്, അങ്ങനെയുള്ളൊരു സ്വപ്നമാണ് എനിക്ക് കണ്ടത്. ഞാൻ അന്ന് തന്നെ ഞാൻ മമ്മിയുടെ അടുത്ത് പറയുകയും ചെയ്തായിരുന്നു, ഇനി നമ്മൾ പേടിക്കേണ്ട മമ്മി, എല്ലാ പ്രയാസങ്ങളും മാറും, ഇനി മാതാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഓരോ സമയത്തും ദൈവം എന്നെ താങ്ങി നടത്തിയിട്ടുണ്ട്. എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് തന്നിട്ടുണ്ട്. ഇനിയും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പം നമ്മൾ വീട്ടിൽ എന്ത് ചെറിയ അസുഖമാണെങ്കിലും എൻ്റെ മോൾക്ക് വരെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കുന്നതിനേക്കാൾ ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശുകയും ഉപ്പ് കഴിക്കുകയും ചെയ്യുമ്പോഴാണ് അവൾക്കും അതൊരു ധൈര്യം കിട്ടുന്നത്, അസുഖം മാറും എന്നുള്ളത്. ഇനിയും ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ ഒരു കേസിൻ്റെ കാര്യമുണ്ട്. പക്ഷേ അതെല്ലാം അവരുടെ ഫാമിലിയും കൂടി വന്നിട്ട്, ബ്രദർ വന്നിട്ടുണ്ടെങ്കിലും ഫാമിലിയും കൂടി വന്നിട്ട് പറയാമെന്നാണ് സിസ്റ്റർ പറഞ്ഞത്. വീണ്ടും ഞാൻ മെയിനായിട്ട് എടുത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ആണെങ്കിലും അതിനിയും ഇതുവരെ നടത്തിയ ദൈവം എന്നെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള പ്രത്യാശയോടുകൂടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലുമാണ് മെയിനായിട്ട് ശുശ്രൂഷ ചെയ്യാറുള്ളത്. സാമ്പത്തികമായി സഹായങ്ങൾ ചെയ്യാറുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. അല്ലാതെ എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും വീട്ടിൽ മോളുടെ ബർത്ത്ഡേ അങ്ങനെയുള്ള സെലിബ്രേഷൻസ് ആണെങ്കിലും ഞങ്ങൾ വൃദ്ധസദനങ്ങളിലാണ് ആഘോഷിക്കാറുള്ളത്. അപ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു നിറവാണ്. മക്കൾ പോലും കാണാൻ വരാത്ത സാഹചര്യത്തിൽ നമുക്കവരെ പോയി കാണാനും അവരുടെ സന്തോഷത്തെ പങ്കുചേരാനും സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു.
പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങൾ പള്ളികളിലാണ് മെയിനായിട്ട് വിതരണം ചെയ്യാറുള്ളത്. ഞാൻ എൻ്റെ ഈ അനുഭവങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വിതരണം ചെയ്യുന്നത്. എന്നാലും വാങ്ങിക്കാത്തവരുണ്ട്. വാങ്ങിക്കാത്തപ്പോൾ ഞാനും മോളും കൂടി പോയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം മോള് ചോദിക്കും, മമ്മി അവരത് വാങ്ങിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അന്നേരം ഞാൻ പറയും, മോളെ അവർ മാതാവിൻ്റെ അടുത്ത് എത്താനുള്ള സമയമായിട്ടില്ല, സമയമാകുമ്പോൾ അവർ വാങ്ങിക്കോളും എന്ന് പറയും. അപ്പോഴാണ് അവൾക്കും സമാധാനമാവുന്നത്. ആ ഒരു രീതിക്കാണ് ഞാൻ എൻ്റെ എല്ലാ അനുഭവങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദേവമാതാവിനും ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സ്നേഹ, ഇതെൻ്റെ അമ്മ ഷീജ, ഇത് എൻ്റെ അനിയത്തി മേഘ. ഞങ്ങൾ തൃശ്ശൂർ കാതികുടം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി തന്നെ ഇവിടെ നിൽക്കുന്നത് വളരെയധികം നന്ദി നിറഞ്ഞ മനസ്സോടു കൂടിയാണ്. അമ്മ മാതാവിൻ്റെ വലിയൊരു ഇടപെടലിലൂടെ കടന്നു പോയിട്ടാണ് ഞങ്ങൾ 3 പേരും ഈ അൾത്താരയിൽ, ദിവ്യമായ അൾത്താരയിൽ നിൽക്കുന്നത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ്. 2019 ഉടമ്പടി എടുത്തത്. അപ്പോൾ മാതാവിനോടുള്ളൊരു ഭക്തിയുണ്ടെങ്കിലും കൃപാസന മാതാവിനോടുള്ള ഒരു വിശ്വാസവും പ്രാർത്ഥനയും ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നീട് 2023 എൻ്റെ അനിയത്തി ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് അവൾ IELTS വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പോൾ അവളുടെ ലെവൽ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായി മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം കാരണം അവൾക്ക് IELTS ഉയർന്ന സ്കോർ ലഭിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു സംഭവത്തോടുകൂടി എനിക്ക് വളരെയധികം ആ സംഭവം എൻ്റെ മനസ്സിനെ സ്പർശിച്ചു. അങ്ങനെ ഞാനും ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ 2023 നവംബർ 7 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ആത്മീയമായ മേഖലയിൽ വളരെയധികം കുതിപ്പുകളാണ് ഉണ്ടായിരുന്നത്. കാരണം അത്രയും നാളും പ്രാർത്ഥനകളിലേക്ക് ചെല്ലുമെങ്കിലും ഈശോയോടോ മാതാവിനോടോ അങ്ങനെയുള്ളൊരു പ്രത്യേകമായ പേഴ്സണലായിട്ടുള്ളൊരു ബന്ധം വന്നത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. എന്നും ബൈബിൾ വായിക്കാനായാലും കുർബാനയ്ക്ക് പോകാനായാലും ആ കുർബാനയെ പ്രത്യേകമായി സ്നേഹിച്ചുകൊണ്ട് കുർബാനയ്ക്ക് പോകാനായിട്ട് ഉള്ളൊരു കഴിവ് കിട്ടി. അതേപോലെ തന്നെ ബൈബിൾ വായിക്കാനായാലും ഉള്ള കഴിവ് കിട്ടി. അങ്ങനെ ഇരിക്കെ എൻ്റെ അനിയത്തി വിദേശ രാജ്യത്ത് പഠിക്കാനായിട്ട് അവൾ ഇവിടെ BSW ബാച്ചിലേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് പുറത്തേക്ക് നോക്കുകയായിരുന്നു. ആദ്യം ഞങ്ങൾ നോക്കിയത് ന്യൂസിലാൻഡാണ്. അവിടെ ന്യൂസിലാൻഡിൽ ഉള്ളൊരു കോളേജിൽ ഞങ്ങൾ അപ്ലൈ ചെയ്ത് ഇതൊക്കെ ഈ സമയത്തൊക്കെ ഞങ്ങൾ മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചു. ഓരോ സ്റ്റെപ്പിലും പ്രാർത്ഥിച്ചിട്ടാണ് ഉപ്പും ഈ രേഖകളിലൊക്കെ വിശുദ്ധ തൈലം പൂശിയും ഒക്കെയാണ് ഞങ്ങൾ ഇത് കൊടുത്തിരുന്നത്, രേഖകളൊക്കെ കൊടുത്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ന്യൂസിലാൻഡിലുള്ള ഒരു കോളേജിൽ അപ്ലൈ ചെയ്യുകയായിരുന്നു. അങ്ങനെ ചെയ്ത് അവിടുന്ന് ഓഫർ ലെറ്റർ കിട്ടി. ഞങ്ങൾ വിസയ്ക്കുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ നിന്നൊരു മെയിൽ വരാണ്, കോളേജിൽ നിന്ന് മെയിൽ വരാണ്, ഈ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്, ഞങ്ങൾ ഇനി അടുത്ത കൊല്ലാണ് ഈ കോഴ്സ് റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ വരികയാണ്. അത് കേട്ടപ്പോൾ ഇത്രയധികം കുറച്ച് നാളൊരു 3-4 മാസം ഇതിനു വേണ്ടി ഞങ്ങൾ കളഞ്ഞായിരുന്നു. അപ്പോൾ അത് ആ സമയം പോയി. പിന്നെയും ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. IELTS കുറച്ച് നാൾ പോയി. അപ്പം ഞങ്ങൾ കുറച്ച് നാൾ വിഷമിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ മാതാവ് വേറെ ഒരു സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇവളുടെ ഫ്രണ്ട് ഒരു ദിവസം വിളിക്കുകയുണ്ടായി, അയർലാൻഡിലുള്ള ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ആ അയർലാൻഡിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇവളുടെ ഫ്രണ്ട് പോയ ഏജൻസി വഴി തന്നെ ഞങ്ങൾ അപ്ലൈ ചെയ്ത് ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഓഫർ ലെറ്റർ വന്നു. പിന്നീട് ഞങ്ങൾ വിസയ്ക്കുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനായിരുന്നു. പക്ഷെ അതിന് എഡ്യൂക്കേഷൻ ലോണിന് ബാങ്കുകാർ ഒരു പ്രത്യേക പെർസെൻറ്റേജ് തരുള്ളൂ, നമുക്ക് ലോണായിട്ട് തരുള്ളൂ. ബാക്കിയുള്ളത് നമ്മളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിനുള്ള ഞങ്ങളുടെ കയ്യിലാകെ ഉള്ളൊരു അസറ്റായിട്ടുള്ളത് ഒരു വീട് മാത്രമാണ്. വേറൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. വേറെ ഒരു അസറ്റ്, മാതാവ് ഈശോ എന്നുള്ളൊരു അസറ്റ് അല്ലാതെ വേറൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യും, ലോണിനും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ഇതിനും
എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞങ്ങൾ നിൽക്കുമ്പോഴാണ് അമ്മയുടെ ഒരു കസിൻ ഞങ്ങൾക്ക്, ആള് ഇപ്പോൾ UK-യിലാണ്, ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ആളും UK-യിൽ വർക്ക് ചെയ്യാണ്. ആളിവിടെ നാട്ടിൽ വെച്ച് പോയ ലോക്കറി വെച്ച് പോയ സ്വർണം മുഴുവൻ ഞങ്ങൾക്ക് എടുത്ത് തരികയാണ് ഉണ്ടായത്. ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ എടുത്തു തന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ട് എന്ത് ധൈര്യത്തിലാണ് ഞങ്ങൾക്ക് ആ സ്വർണ്ണം എടുത്തത്. ഇതൊക്കെ മാതാവാണ് ഞങ്ങൾക്ക് ഒരുക്കി തന്നത്. ആ സ്വർണം പണയം വെച്ചിട്ടാണ് ഞങ്ങളുടെ ഫണ്ട്, ഇവൾക്കുള്ള ഫണ്ട് തയ്യാറാക്കിയത്. അതിനുശേഷം ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോണിനുള്ള കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഞങ്ങളുടെ ആധാരത്തിൽ ഞങ്ങളൊരു വേറൊരാൾക്ക് ആധാരം ലോൺ വെക്കാനായി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളുടെ പ്രത്യേകമായ സാഹചര്യം കൊണ്ട് ഇത് NFT സ്റ്റാറ്റസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാക്കടം എന്നുള്ളൊരു രീതിയിലേക്ക് ഞങ്ങളുടെ ആധാരം പോവുകയാണ്. അത് വേറൊരാൾ വഴിയാണെങ്കിലും വരുന്നതൊക്കെ ഞങ്ങളുടെ ആധാരത്തിൻ്റെ പപ്പയുടെ സിബിൽ സ്കോർ അങ്ങനെയുള്ളൊരു രീതിയിലേക്കാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങളൊരു എഡ്യൂക്കേഷൻ ലോൺ വെച്ചത് SBIയിലായിരുന്നു. അവിടെ വെച്ചത് റിജക്റ്റ് ആയിപ്പോയി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഏത് ബാങ്കിൽ കൊണ്ടുപോയാലും ഇത് തന്നെയായിരിക്കും കണ്ടീഷൻ. അപ്പോൾ ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. കാരണം ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ. ഇവൾക്കാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 25 lakhs വേണം. ഇത് മൊത്തമായിട്ട് 25 lakhs വേണം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരാൾ വഴി അവിടെ ഇതിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ, SBIയുടെ ഹെഡ് ഓഫീസിൻ്റെ എഡ്യൂക്കേഷൻ്റെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ ഒരാളുടെ പരിചയപ്പെടുന്നതും ആൾ വീണ്ടും അപ്രൂവലിനായിട്ട് ഉള്ള കാര്യങ്ങൾ പേപ്പേഴ്സ് കുറച്ചും കൂടി സെറ്റാക്കി. ഇതിലൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ പേപ്പേഴ്സൊക്കെ കൊടുക്കുമ്പോൾ അവിടെ ആ ടേബിളിന് ചുറ്റും അവർ കാണാതെ, ഓഫീസേഴ്സ് കാണാതെ മാതാവിൻ്റെ ഉപ്പ് ഇടുമായിരുന്നു. അതേപോലെ തന്നെ വിശുദ്ധ തൈലം പുരട്ടിയിട്ടാണ്, രേഖകളിൽ പുരട്ടിയിട്ടാണ് ഞങ്ങൾ കൊടുക്കേണ്ടായിരുന്നത്. അങ്ങനെ കൊടുത്ത് അത് അപ്രൂവലായി, ഇത് ഞങ്ങൾക്ക് തരാമെന്നുള്ള രീതിയിലായി. പിന്നീട് അത് ലീഗലായിട്ടുള്ള മാറ്റേഴ്സ് കുറേ ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഈ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ പപ്പയുടെ അമ്മയുടെ സ്ഥലമാണ്. അപ്പോൾ ഇവരുടെ ചേട്ടനനിയന്മാരായിട്ട് കുറേ ആധാരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം അതിലും കുറേ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പട്ടയത്തിനായാലും പ്രത്യേകിച്ച് ഞങ്ങൾ 2005 പട്ടയത്തിന് വേണ്ടി അപ്ലൈ ചെയ്തായിരുന്നു ഒരു പ്രാവശ്യം. പക്ഷെ അത് വീണ്ടും പിന്നീട് പപ്പ ഇവിടെ ഇല്ലാത്ത, പപ്പ ഗൾഫിലായിരുന്നു. അപ്പോൾ പപ്പ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പപ്പയ്ക്ക് അത് പോയി വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പോൾ പിന്നീട് ഞങ്ങൾ ചെന്ന് ഇതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് പട്ടയം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പട്ടയം ഇല്ലാണ്ട് എഡ്യൂക്കേഷൻ ലോൺ പാസ്സാക്കാനും പറ്റില്ല. അപ്പം ഞങ്ങൾ പട്ടയത്തിന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആദ്യം ഞങ്ങൾ തൃശ്ശൂർ ഉള്ള ഓഫീസിൽ പോയി. അവിടെ പോയപ്പോൾ അതിൻ്റെ രേഖകളൊന്നും 2005 അതൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി. അപ്പോൾ പഴയ രേഖകളൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, അപ്പോൾ നിങ്ങളിന്ന് ഇരിഞ്ഞാലക്കുട സിവിൽ സ്റ്റേഷനിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് ചോദിച്ചു. അവിടെ ഞങ്ങളിങ്ങനെ ഞാനും അമ്മയും കൂടിയാണ് പോയത്. അമ്മ അവിടെ ഉപ്പ് ഇട്ടിട്ടാണ് ഓഫീസിലേക്ക് കയറിയത്, ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസിലേക്ക് കയറിയത്. അപ്പോൾ അവിടെ ആദ്യം ചെന്ന് സംസാരിച്ചത് ഒരു സാറിൻ്റെ അടുത്തായിരുന്നു. ആ സാറ് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് പുതിയ പട്ടയം എന്ന രീതിയിൽ, പുതിയതായി അപ്ലൈ ചെയ്യുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ പട്ടയത്തിൻ്റെ ആ ഇത് കിട്ടുകയും ഇവളുടെ എഡ്യൂക്കേഷൻ ലോണിലുള്ള കാര്യങ്ങളൊക്കെ ശരിയാകണം. ബാക്കി രേഖകളും, അതിന് കുറേ രേഖകളുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഓരോ സ്ഥലത്തും മാതാവിൻ്റെ പ്രത്യേകമായ കരം അവിടെ ഞങ്ങൾക്ക് ശരിക്കും തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. കാരണം ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും എങ്ങനെയെങ്കിലും മാതാവ് അത് ഞങ്ങളെ വഴി നടത്തി കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ ഇവളുടെ വിസയുടെ കാര്യങ്ങളൊക്കെ ശരിയായി, വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തു. ഈ സമയം എൻ്റെ ഞാനൊരു വർക്ക് ഫ്രം ഹോമിൽ ജോലി ചെയ്യായിരുന്നു 1 കൊല്ലം. അത് ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് ഇരിക്കേണ്ടായിരുന്നത്. ഇവളുടെ കാര്യങ്ങൾക്ക് ഇവള് പ്രത്യേകിച്ചും സോഷ്യൽ വർക്കിൻ്റെ ഇതുകൊണ്ട് ഈ വർക്കിംഗ് അവേഴ്സ്, അതായത് വോളണ്ടിയർ വർക്ക്സിന് പോകണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനും അമ്മയും കൂടിയാണ് കൂടുതലായും ഇതിന് പോയിട്ടുണ്ടായിരുന്നു. ഈ ലീഗൽ പേപ്പേഴ്സ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാനും അമ്മയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും റിസൈൻ ചെയ്ത് ഇരിക്കുകയായിരുന്നു, ജോലി റിസൈൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്നത്, നീ അനീതിയുടെ കാര്യത്തിന് നടന്നിട്ട് സ്വന്തം കാര്യം ശരിയാവാണ്ട് എന്താണ് ഈ നടക്കുന്നതൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ എനിക്കും ചെറുതായി വിഷമമുണ്ടായിരുന്നു. പക്ഷെ അവളുടെ കാര്യത്തിന് വേണ്ടി ഞാൻ അങ്ങനെ പോയി, അങ്ങനെ പോയി നടന്നു. അത് കഴിഞ്ഞ് ഇവളുടെ
ഓൾമോസ്റ്റ് ഞങ്ങളൊരു ഓഗസ്റ്റൊക്കെ ആയപ്പോൾ ഇതിൻ്റെ വിസയുടെ ഒക്കെ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ വരുമെന്നാണ് പറഞ്ഞത്. സെപ്റ്റംബറിൽ വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഏജൻസി പറഞ്ഞു ഇപ്പോൾ കുറച്ച് റഷാണ്, ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബർ ലാസ്റ്റായിട്ട് ഒക്കെയാണ് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. ആ ശരി ഓക്കെ ഞങ്ങളെന്ന് പറഞ്ഞു നിന്നു. പക്ഷേ ഇവള് വന്ന് സെപ്റ്റംബർ 7 വന്ന് ഉടമ്പടി പുതുക്കി, ഇവിടെ വന്ന് പുതുക്കി, 4ാമതായി പുതുക്കി. അത് കഴിഞ്ഞ് ഒരു അതായത് പിറ്റത്തെ വർക്കിംഗ് ഡേ, അതായത് 9-ാം തീയതി ഇവളുടെ വിസ ഇവൾക്ക് ലഭിച്ചു. ആ ആഴ്ച തന്നെ ഇവൾക്ക് അയർലാൻഡിൽ പോകാൻ കഴിഞ്ഞു. ഇതൊക്കെ മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 17th ക്ലാസ് തുടങ്ങുമായിരുന്നു അവിടെ. അപ്പോൾ 15th അവൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞു. അപ്പോൾ മാതാവ് എല്ലാം പ്ലാൻ ചെയ്ത് ഒരുക്കി വെച്ച പോലെയാണ് ഓരോ സ്റ്റെപ്പിലും. പിന്നെ അതേപോലെ തന്നെ അതിനുശേഷം അവിടെ ചെന്ന് അവൾക്ക് അവിടുത്തെ വിസയുടെ കാർഡുകൾ പുതുക്കാനായിട്ടുണ്ടായിരുന്നു. അതും ഓരോന്ന് ചെയ്ത് പിന്നീട് അവിടെ പാർട്ട് ടൈമിന് അന്വേഷിച്ചപ്പോൾ സോഷ്യൽ കെയർ വർക്കറായിട്ട് ഐറിഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ പാർട്ട് ടൈം ലഭിക്കുകയുണ്ടായി. പിന്നെ ഇതിന് ശേഷം ഇപ്പോൾ ഒരു മാസം ലീവിന് വന്നതാണിപ്പോൾ. അതിനുശേഷം ഇവൾ പോയതിന് ശേഷം ഞാൻ പതുക്കെ എൻ്റെ കാര്യങ്ങൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് അമ്മ പറഞ്ഞത് എന്നാൽ നീ വിസിറ്റിംഗ് വിസയിൽ ദുബായിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഡിസംബർ 30th ഞാൻ ദുബായിലേക്ക് പോയി. ദുബായിൽ പോയിട്ട് അവിടെ ചെന്ന് ഒരു മാസം പല സ്ഥലത്തും ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇങ്ങനെ CVs കൊണ്ടുകൊടുക്കും, ഓൺലൈനിൽ അപ്ലൈ ചെയ്യും. കുറച്ചതൊക്കെ കോൾ കിട്ടും, കുറച്ച് ഫേക്ക് ആയിരിക്കും. അങ്ങനെ പല വിധത്തിൽ കോൾസും ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്ത് ഒരു മാസം കടന്നുപോയി. അങ്ങനെ എനിക്ക് ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ഒക്കെ ആയപ്പോൾ എൻ്റെ കസിൻ അവിടെയുണ്ട്. ചേട്ടൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് നീ CV കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിങ്ങനെ പോവാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടു കൊടുത്ത് ഞാൻ നോക്കിയപ്പോൾ 12 മണിക്ക് അവിടെ ദുബായ് പള്ളിയിൽ കുർബാനയുണ്ട്. അവിടെ അടുത്താണ്, കുറച്ച് നടന്നാൽ മതി. ഈ പറഞ്ഞ CV കൊടുത്ത കമ്പനിയുടെ തൊട്ടടുത്താണ്. അപ്പോൾ എന്തായാലും കുർബാനയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് ഞാൻ കുർബാനയ്ക്ക് പോയി. പുറത്തിറങ്ങിയപ്പോൾ ഒരു ആൻറ്റീനെ പുറത്ത് അവിടെ ബെഞ്ചും ഇരിക്കണ കണ്ടു. അപ്പോൾ ആൻറ്റിയുടെ കയ്യിൽ ഇവിടുന്ന് കൃപാസന മാതാവിൻ്റെ ആൻറ്റി ഇങ്ങനെ കൊന്ത ചെല്ലുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ മാതാവിനെ വിശ്വാസമുള്ള കൃപാസന മാതാവിൻ്റെ ഭക്തിയാണ്. എന്തായാലും ആൻറ്റിയുടെ അടുത്ത് പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ആൻറ്റിയുടെ അടുത്ത് പോയിരുന്നു. അങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ ആൻറ്റി ചോദിച്ചു ഇങ്ങനെ മോള് ഉടമ്പടി എടുത്തതാണോ? അതെ ആൻറ്റി, ഇങ്ങനെ എൻ്റെ അനീതിക്ക് ഇങ്ങനെ ഉള്ള അനുഗ്രഹങ്ങൾ ദൈവം മാതാവ് തന്നു, ഈശോ തന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആൻറ്റി ചോദിച്ചു ഇപ്പോൾ വിസിറ്റിങ്ങിലാണോ? അതെ വിസിറ്റിങ്ങിലാണ്, ഞാനിങ്ങനെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ CV കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു എൻ്റെ മോളുടെ കൂട്ടുകാരിയുടെ കമ്പനിയിലൊരു ഒഴിവുണ്ട്, ഇന്ന് കൊടുത്തു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി ആൻറ്റി, എന്നിട്ട് ആൻറ്റിക്ക് ഞാൻ CV അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂ കോളിന് പോണതിന് മുമ്പ് ഞാൻ ഈ മാതാവിൻ്റെ വിശുദ്ധ തൈലം പുരട്ടിയിട്ട് നെറ്റിയിൽ പുരട്ടിയിട്ട് പിന്നെ തേനും കുടിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഇൻ്റർവ്യൂ കോൾ വന്ന് അവിടെ ഇൻ്റർവ്യൂ പാസ്സായി. ഫസ്റ്റ് റൗണ്ട് പാസ്സായി. സെക്കൻഡ് റൗണ്ടും അവർ വീണ്ടും വിളിച്ചു. അതെ അപ്പോഴും അപ്പോൾ 2 പേരെ സെലക്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ 2 പേർക്കും ഒരുമിച്ചാണ് ഇൻ്റർവ്യൂ നടത്തേണ്ടായിരുന്നത്. ഒരു ക്യാബിനിൽ ഞാൻ, മറ്റേ ക്യാബിനിൽ മറ്റേ ഒരു കുട്ടി, അങ്ങനെ ആയിട്ടാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ടേബിളിന് ചുറ്റും ആരും കാണാണ്ട് കുറച്ച് ഉപ്പ് തെളിച്ചു. അതേപോലെ തന്നെ തേനും കുടിച്ചു, വിശുദ്ധ തൈലം കൊണ്ട് കുരിശും വരച്ചു. അങ്ങനെ ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പം അപ്പുറത്തെ ക്യാബിനിൽ ആ കുട്ടിക്ക് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനിവിടെ കൊന്തെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഇൻ്റർവ്യൂ നടത്തി, അത് പാസ്സായി. ഇപ്പോൾ ഞാനൊരു ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അഡ്മിൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ജോലി എനിക്ക് മാതാവ് ശരിക്കും കാണിച്ചു തന്നതാണ്. മാതാവ് തന്നെയാണ് തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം അങ്ങനെ ആ സമയത്ത് എനിക്ക് പള്ളിയിൽ പോകാൻ തോന്നിയതും അവിടെ വെച്ച് എനിക്ക് ആ ആൻറ്റീനെ കാണിച്ചു തന്നതും മാതാവ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ അതിനുശേഷം ഞാൻ അവിടെ
ദുബായിൽ ഞാൻ LSS എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്, അതായത് ലൈഫ് ഇൻ സ്പിരിറ്റ് സെമിനാർ ജീസസ് യൂത്തിൻ്റെ. അപ്പോൾ അതിന് പങ്കെടുക്കുകയും അതിൽ ഒരു 10 ആഴ്ചത്തെ കോഴ്സാണ്. ആ കോഴ്സിൽ പങ്കെടുത്തതിന് ശേഷം അവർ ഇങ്ങനെ ഏതെങ്കിലും ഒരു മിനിസ്ട്രിയെ ചേരണമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പറ്റില്ല. LSS എന്ന് പറയുന്നത് ഒരു 10 ആഴ്ച നീണ്ട കോഴ്സാണ്. അപ്പോൾ അതിലൊരു ടീം മെമ്പറായി ചേർന്നിട്ടുണ്ടെങ്കിൽ പല 10 ആഴ്ചകളിലും നമ്മളത് ചേരണം. പക്ഷേ എന്നാൽ അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, അത് കൊടുക്കണ്ട, വേറെ ഏതെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വേറെ ഒരു വെൽക്കം മിനിസ്ട്രിയിലും പിന്നെ ഒരു ലിറ്ററേച്ചർ മിനിസ്ട്രിയിലാണ് ഞാൻ പേര് കൊടുത്തത്. പക്ഷേ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഈ LSS ടീമിൽ നിന്ന് ഉള്ള ആൾക്കാർ, അവരുടെ ടീം മെമ്പേഴ്സ്, കോർഡിനേറ്റർ വിളിച്ചിട്ട് പറഞ്ഞു, സ്നേഹയുടെ പേരാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത്, ടീമിൽ എടുക്കാനായിട്ട്, പുതിയ അംഗമായിട്ട് എടുക്കാനായിട്ട് ചേരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം അവർക്ക് പ്രത്യേകമായി വെളിപ്പെടുത്തി കൊടുത്ത പേരാണ്. അപ്പോൾ എന്തായാലും ഞാൻ ചേരുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവരുടെ ടീം മെമ്പറാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള യൂത്തിനെ വിളിച്ചു കൂട്ടി അവർക്ക് ഈശോയെയും പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് കൗതാശികമായ ജീവിതമായാലും പരിശുദ്ധാത്മാവിനെ കുറിച്ചായാലും പറഞ്ഞു കൊടുക്കുന്ന ഒരു സെമിനാറാണ്. അപ്പോൾ അതിനൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്. അവരോട് ഇങ്ങനെ പലരും പ്രത്യേകിച്ചും ദുബായിൽ പലരും പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ചിലർ ജോലിയില്ലാതെ, ചിലർ ജോലിയിൽ പ്രഷർ. എന്നാൽ ഇതൊക്കെ അവരൊക്കെ വിളിച്ചു കൂട്ടി അവരോട് സംസാരിച്ച് അവരുടെ ഈ ബുദ്ധിമുട്ടുകൾക്കും ഈ നിയോഗങ്ങൾക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന വഹിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച എങ്ങനെയായിരുന്നു ഞാൻ എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ ഇന്ന് വേറൊരു ഈശോയോട് അടുത്ത് ജീവിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം ഈശോ എനിക്ക് തന്നു. അതേപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ആ LSS ടീമിലത്തെ മെമ്പർ എന്നോട് അവിടെ കാറ്റിസം പഠിപ്പിക്കാനായിട്ട് ഒഴിവുണ്ട്, അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് കയറുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അവരവിടെ വിളിച്ചു. അപ്പോൾ ഞാൻ അവിടെ കാറ്റിസം പഠിപ്പിക്കുന്ന അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് 1ാം ക്ലാസ്സിൽ അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുദിനം കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങൾ എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ ഇന്ന് അവിടെ ഈശോയോട് അടുത്തതിന് ശേഷം ഓരോ ദിവസം ഒരു ചെറിയ കാര്യം പോലാണെങ്കിലും ഈശോ എന്നെ വഴി നടത്തുന്നതും മാതാവ് ഈശോയും വഴി നടത്തുന്നതും അതേപോലെ തന്നെ എന്നെ പരിപാലിച്ചു കൊണ്ടുപോകുന്നതും എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. എനിക്കൊരിക്കലും എല്ലാ ദിവസവും നടന്നു പോകുന്നെന്നുള്ള രീതിയിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഓരോ നിമിഷവും ഈശോയും മാതാവ് എന്നെ പരിപാലിച്ചു കൊണ്ടുപോകുന്നത് എങ്ങനെ ഈ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു ഫീലിംഗ് എനിക്കിപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ അമ്മയുടെ അവിടെ ചെന്നിട്ട് ക്ലൈമറ്റ് മാറിയിട്ട് പലവിധ രോഗങ്ങൾ, പനി, അങ്ങനെ പോലെ പലവിധ രോഗങ്ങൾ. അപ്പോൾ അവിടെ ഇൻഷുറൻസ് കവറേജ് ഇല്ലാണ്ട് വളരെയധികം കോസ്റ്റ്ലിയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ മാതാവിൻ്റെ തൈലവും ഉപ്പും തേനും ഉപയോഗിച്ചാണ് എനിക്ക് സൗഖ്യം ലഭിച്ചിരുന്നത്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ അമ്മ കുറേ നാളായി, ഒരു 2-3 കൊല്ലമായി വെരിക്കോസ് വെയിൻ്റെ ഒരു പ്രോബ്ലത്തിൻ്റെ ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു വൂണ്ട് ഉണ്ടായി. അത് വലുതായി വരുമായിരുന്നു. പിന്നീട് അമ്മ അത് എല്ലാ ദിവസവും വിശുദ്ധ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇതിപ്പോൾ പൂർണ്ണമായി ഇന്ന് ഞാനിപ്പോൾ വന്നിട്ട് 3 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കാണിച്ചു തരേണ്ടത് ഇത് മുഴുവൻ മുഴുവൻ സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ് എനിക്കുണ്ടായത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ 5 ദിവസം വന്നത് എമർജൻസി ലീവ് എടുത്തിട്ടാണ്. ഇവിടെ സാക്ഷ്യം പറയുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ അനിയത്തി 1 മാസത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും കൂടി വന്നാൽ സാക്ഷ്യം പറയാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ എമർജൻസി ലീവ് പ്രൊബേഷൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവർ എമർജൻസി ലീവ് തരില്ല, അനിയത്തിനെ കാണാൻ പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും തരില്ല. അപ്പോൾ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് ആദ്യം ഞങ്ങളുടെ സാറ് പറഞ്ഞു തരാൻ പറ്റില്ല, അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിനു വേണ്ടി പ്രത്യേകം
പ്രഭാത പ്രാർത്ഥനയിലായാലും പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് സാറിനോട് ചോദിച്ചു. അങ്ങനെ സാറ് 5 ദിവസത്തേക്ക് എനിക്ക് ലീവ് തന്നു. ഞാൻ ഈ വെള്ളിയാഴ്ച തിരിച്ചു പോവുകയാണ്. പിന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് എല്ലാ ആഴ്ചയും ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. മുമ്പ് പപ്പ ഞങ്ങൾ ചീത്ത പറയായിരുന്നു, നിങ്ങളെന്താണ് ഇങ്ങനെ എല്ലാ ആഴ്ചയും ഇങ്ങനെ ചോറ് കൊണ്ടുപോകാൻ, ഇത് തന്നെയാണ് പണിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പപ്പ ചീത്ത പറയായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ പപ്പയാണ് അമ്മ പാക്ക് ചെയ്തിട്ട് പപ്പയാണ് പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുന്നത്. എല്ലാവരുടെയും ചാലക്കുടി പ്രദേശങ്ങളിൽ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഒരു അനാഥാലയം, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അനാഥാലയത്തിൽ എല്ലാ മാസവും ഒരു 4 ദിവസം ഞാൻ അവിടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായാലും അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനായാലും പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള റെക്കോർഡ്സ് അതിനൊക്കെ വേണ്ടി ഞാൻ സഹായിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു വൃദ്ധസദനത്തിൽ അവിടെ ക്ലീൻ ചെയ്യാനും അവരുടെ ഇങ്ങനെ മുടി വെട്ടി കൊടുക്കാൻ ഒക്കെ അമ്മ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ദുബായിൽ അവിടെ യൂത്തിന് വേണ്ടി ജീസസിൻ്റെ യൂത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞുമക്കൾക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കാനും എനിക്കിപ്പോൾ കഴിയുന്നുണ്ട്. ഇതെല്ലാം ഈശോയും മാതാവും എനിക്ക് തന്ന അനുഗ്രഹമാണ്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും എൻ്റെയും എൻ്റെ കുടുംബത്തെയും ഈശോയും മാതാവും പരിപാലിച്ചു കൊണ്ടുപോവാണ്. ആ ഒരു വലിയൊരു അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും, ഈ ജീവിതം മുഴുവൻ നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനിയും എൻ്റെ ഈശോയോടും മാതാവോടും കൃപാസന മാതാവോടും ഒപ്പം ജീവിക്കാനായിട്ട് ഉള്ള കൃപയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലും ഈ സന്നിധിയിൽ നിന്ന് അകന്നു പോകരുതേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഇത്രയധികം ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ആൻമരിയ തോമസ്. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു. ഇവർ രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്, ഏഞ്ചലും ആഷ്നയും. ഞങ്ങൾ 3 പേരും നേഴ്സസാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം നമ്മൾ സാധാരണ കൃപാസനത്തിനെ കുറിച്ച് കേൾക്കുന്നത് നമ്മുടെ റിലേറ്റീവ്സ് വഴിയും പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസും കൃപാസന പത്രത്തിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും മാതാവിലും ഈശോയിലും വിശ്വാസം ഉണ്ടെങ്കിലും നമുക്ക് കൃപാസനത്തിനെക്കുറിച്ചൊന്നും അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല. കാരണം എന്തൊക്കെയോ കൃപാസന പത്രം കൊടുക്കുന്നു, അതൊക്കെ ഒരു പ്രമോഷൻ പോലെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. അപ്പം ഞങ്ങൾക്ക് അത്രയ്ക്കും മാതാവിൽ വിശ്വാസമുണ്ട്, പക്ഷേ കൃപാസനത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ പക്ഷേ ഈ പത്രം കൊടുക്കുന്നതൊക്കെ ഭയങ്കര മോശമല്ലേ എന്നുള്ളൊരു ചിന്താരീതിയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾ അതുകൊണ്ട് അത്ര അത് പ്രൊമോട്ട് ചെയ്തതൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടാകാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കുന്ന സമയത്ത് ഞങ്ങൾ നേഴ്സസാണ്. അപ്പോൾ ഞങ്ങൾ 4 കൊല്ലം പഠിച്ചത് മൊത്തം പുറത്ത് പോയി സെറ്റിൽ ആവണം, അവിടെ എങ്ങനെയെങ്കിലും നല്ല ജോലി വെൽ സെറ്റിൽഡ് ആവണം, വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനത്തെ ഒരു ചിന്തയിലൊക്കെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ ആസ് യൂഷ്വൽ ചെയ്ത പോലെ തന്നെ ഞങ്ങളും UK പ്രോസസ്സിങ് തുടങ്ങാം, പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ UK പോകാമെന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ OET എഴുതാനൊക്കെ തീരുമാനിച്ചതും. അപ്പം ആ സമയങ്ങൾക്ക് ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് കൂടുതൽ അധികം കേൾക്കാൻ തുടങ്ങി. കാരണം എൻ്റെ പപ്പയുടെ ബ്രദറും സിസ്റ്ററും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞവരാണ്. അവർ ശരിക്കും ക്യാൻസർ സർവൈവേഴ്സാണ്. അവരിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് സൗഖ്യം ലഭിച്ചതെല്ലാം. അപ്പോൾ അങ്ങനെ അവരുടെ സാക്ഷ്യമാണ് ശരിക്കും എനിക്കപ്പോഴാണ് ഞാൻ മാതാവിൽ കൃപാസനത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയത്. കാരണം ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അത്രയും, അതും എൻ്റെ അങ്കിൾ 4th സ്റ്റേജിൽ നിന്നാണ് ക്യാൻസർ ഇത്രയും ബെറ്ററായിട്ട് ആൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ മാതാവിൽ കൂടുതൽ വിശ്വസിച്ച് തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് OET എഴുതാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ വന്നിട്ടുണ്ടായി. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ 3 പേരും OET എഴുതിയതൊക്കെ. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ OET എഴുതിയെങ്കിലും ഞങ്ങൾക്ക് 3 പേർക്കും ഓരോ മൊഡ്യൂൾ വെച്ച് പോയി. പക്ഷേ അതെങ്ങനെ പോയെന്ന് ഞങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ എക്സാം ടഫാണ് OET. പക്ഷേ ഞങ്ങൾക്ക് അത്യാവശ്യം ലാംഗ്വേജും ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നു, പെർഫോമൻസൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു ഞങ്ങൾക്കത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഞങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അത് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനും, അത് ഒരുപാട് ടെൻഷനായി. കാരണം ദൈവമേ, ഞങ്ങൾ ഇത്രയും നാളും വിചാരിച്ച UK പോയി ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതൊന്നും നടക്കത്തില്ലേ എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ഒരു മൊഡ്യൂൾ വെച്ചല്ലേ പോയുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡേറ്റും കൂടെ എടുക്കാം, അപ്പം നമുക്കത് ക്ലബിംഗ് ആയിട്ടോ എങ്ങനെയൊക്കെ നമുക്കത് സ്കോർ ആക്കിയെടുക്കാമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ ഇരുന്നത്. അങ്ങനെ ഞങ്ങളൊരു ഡേറ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുക്കാൻ പ്രാർത്ഥിച്ച് തീരുമാനിച്ചത് ഒരു October 28, 2023 അന്ന് ഡേറ്റ് എടുക്കാൻ ശരിക്കും ഞങ്ങളുടെ വീട്ടുകാരും കൂടെ ഞങ്ങളോട് പറഞ്ഞു October 28 തന്നെ എടുക്കാനായിട്ട്. കാരണം അന്ന് കൃപാസന റാലി നടക്കുന്ന ദിവസമായിരുന്നു.
അന്ന് പക്ഷെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങളുടെ വീട്ടുകാർ വന്ന് ഞങ്ങൾക്ക് വേണ്ടി കൃപാസന റാലി വന്ന് പ്രാർത്ഥിച്ചു. സെക്കൻഡ് അറ്റംപ്റ്റും ഫസ്റ്റ് അറ്റംപ്റ്റും കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഒന്നും പഠിച്ചിട്ടില്ല. കൂടുതലും പ്രാർത്ഥിച്ചു, പക്ഷെ പഠിച്ചിട്ടില്ല അത്രയും. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് കൂടുതൽ പ്രാർത്ഥിച്ചും പ്രിപ്പയർ ചെയ്തതും ഒക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിലായിരുന്നു. പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റ് അത്ഭുതകരമായി ഞങ്ങൾ 3 പേരും പാസ്സായി. ഞങ്ങൾക്ക് 3 പേർക്കും സ്കോർ കിട്ടി. UK സ്കോർ തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ ഞങ്ങൾ ആസ് യൂഷ്വൽ ഞങ്ങൾ കൃപാസനത്തിൽ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. പക്ഷേ ഞങ്ങൾ ഉടമ്പടിയിൽ ആ സമയത്തൊന്നും ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ല. കാരണം ഉടമ്പടി എടുക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയായിരുന്നു, ഉടമ്പടി എടുക്കാനൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ പിന്നെ UK പ്രോസസ്സിങ്, എല്ലാവരും UK പ്രോസസ്സിംഗ് ആണ്. അപ്പം ഞങ്ങളും UK പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ സമയത്ത് UK റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ UK റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നുള്ള സത്യമൊന്നും ഞങ്ങൾ അറിയുന്നില്ല. കാരണം ഏജൻസിക്കാർ പറയുന്നത് പ്രോസസ്സിംഗ് ഉണ്ട്, അടുത്ത മാസം വരും, അത് കഴിഞ്ഞിട്ടുള്ള മാസം വരും എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു. പക്ഷേ ഞങ്ങളതൊന്നും അറിയാതെ ഞങ്ങളും അങ്ങനെ അങ്ങ് വിശ്വസിച്ചങ്ങ് പോയി. അങ്ങനെ കുറേ മാസങ്ങൾ പോയി. മാസങ്ങൾ പോയതല്ലാതെ ഞങ്ങൾക്ക് UK ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. UK ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പം അങ്ങനെ ഇരുന്നൊരു സമയത്ത് ഒരു 6 മാസം, ഏകദേശം ഒരു ജൂൺ ആയപ്പം എനിക്ക് ഒരു UK ഇൻ്റർവ്യൂ വന്നു, NHS ഹോസ്പിറ്റലിലോട്ട് തന്നെ. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ പാസ്സായി കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇരുന്ന ഉടനെ തന്നെ പോകാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ഇതുപോലെ തന്നെ സെയിം അവസ്ഥ. അവർ പിന്നീട് മെയിൽ അയച്ച് പറഞ്ഞു അവർക്കിപ്പം റിക്രൂട്ട്മെൻറ്റ് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണെന്ന് പറഞ്ഞവർ. അങ്ങനെ അത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഹോപ്പ് ഒന്നുമില്ല. ദൈവമേ ഇനി എന്നാ ചെയ്യും, ഒന്നുമില്ല ചെയ്യാനായിട്ട്. കാരണം UK പ്രതീക്ഷിച്ചിരുന്നു, UK ഒന്നും നടക്കുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം ഞാനിവിടെ 2024 കൃപാസന റാലിക്ക് കൂടാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കൃപാസന റാലിക്ക് വരുവാണ്. അപ്പോൾ കൃപാസന റാലിക്ക് വരുന്നതിന് മുന്നേ ഞങ്ങളുടെ മനസ്സിലുണ്ട് അയർലൻഡും കൂടി ഒന്ന് നോക്കാം. എനിവേ UK നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഇനി 1 വർഷം കൂടി ഉണ്ട് OETയുടെ വാലിഡിറ്റിക്ക്. അപ്പോൾ എന്നാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് അയർലൻഡും കൂടെ സ്റ്റാർട്ട് ചെയ്യാം, എന്താണേലും ഇത്രയൊക്കെ ആയില്ലേ, ഒരു അയർലൻഡും കൂടെ നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അയർലൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അയർലൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും ഞങ്ങൾക്ക് ആകെ ഡൗട്ടാണ്. കാരണം UK പകുതിയുള്ളൂ അയർലൻഡിൽ അതിൻ്റെ പകുതി ഇൻ്റർവ്യൂ നടക്കുന്നുള്ളൂ. അപ്പം നമുക്കത് കിട്ടുമോ? കാരണം കുറേ പേരോട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, ഏജൻസിക്കാരോട്, അവിടെ പോയി വർക്ക് ചെയ്യുന്നവരോട്, നമ്മുടെ ഫ്രണ്ട്സിനോട്. ഇവരൊക്കെ പറയുമ്പോഴും പറയുന്നത് UK ഇൻ്റർവ്യൂ കുറവായിരിക്കും അയർലൻഡ്, നിങ്ങളിനി അയർലൻഡ് തുടങ്ങിയാൽ വലിയ ഹോപ്പൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നു. എന്ന് പക്ഷേ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ആ ഇടയ്ക്ക് തന്നെ അയർലൻഡിന് കയറിപ്പോയി. അപ്പോൾ അവൾ പറഞ്ഞു, ഇടി നിങ്ങൾ എന്തായാലും തുടങ്ങുക, നമുക്ക് നോക്കാം, ഞാൻ തുടങ്ങിയ ഏജൻസി തന്നെ നിങ്ങളും കൊടുത്താൽ മതി, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ അവൾ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ അപ്പം എന്നാൽ ഓക്കെ ശരി, എന്നാണ് അയർലൻഡ് തുടങ്ങാം. അപ്പോൾ അയർലൻഡ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും കൃപാസന റാലിയിൽ 2024 കൃപാസന റാലി വന്ന് കൂടിയിട്ടേ ഞാൻ തുടങ്ങുന്നുണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഞാൻ 2024 കൃപാസന റാലി വന്ന് അറ്റൻഡ് ചെയ്തു, വന്ന് കൂടി. അങ്ങനെ കൃപാസന റാലി വന്ന സമയത്ത് ഞാൻ നിയോഗങ്ങൾ എഴുതിയപ്പോൾ ഞാൻ ഇത്രയും നിയോഗമേ വെച്ചിട്ടുള്ളൂ. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. ഞാനിങ്ങനെ നിയോഗം വെച്ചു, മാതാവേ എനിക്കറിയാം ഞാൻ UK പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പം ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ, എനിക്കറിയത്തില്ല എനിക്ക് ഏതാ ഏറ്റവും നല്ലതെന്ന്. ഇനിയിപ്പം നിനക്കിതൊന്നും അല്ല ആഗ്രഹമെങ്കിൽ ഓക്കെ, അതും ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം. പക്ഷേ ഇനിയിപ്പം UK അയർലൻഡ് നിനക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏതാ നല്ലതെന്ന് വെച്ചാൽ എനിക്കൊന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാനായിട്ടും അല്ലെങ്കിൽ അയർലൻഡ് പോകാൻ സാധിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലൊക്കെയാണ്. ആ സമയത്ത് ഞാൻ UK ശരിക്കും പറഞ്ഞാൽ വിട്ടായിരുന്നു. കാരണം UK ഇനി നമ്മൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അയർലൻഡിലും തരണേ മാതാവേ എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങിയതൊക്കെ. അങ്ങനെ ഞങ്ങൾ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഞങ്ങൾക്ക് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പ്രൊസീജിയേഴ്സൊക്കെ ഭയങ്കര പാടാണ്. അയർലൻഡ് പ്രോസസ്സിങ് തുടങ്ങിയവർക്കറിയാം അതിന് പേപ്പർ വർക്കൊക്കെ കുറേ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അയർലൻഡ് പ്രോസസ്സിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ, അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് 1-2 മാസത്തിനുള്ളിൽ ഒരു ഇൻ്റർവ്യൂ നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെയും ഈ UK സെയിം അവസ്ഥ, ഇൻ്റർവ്യൂസ് നടക്കുന്നില്ല. ഏജൻസിക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, നിങ്ങളെക്കാളും മുന്നേ ഡീൽ എടുത്തവർ ഇപ്പോഴും നിൽക്കുക, അവർക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല, പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് തരുന്നേ എന്നൊക്കെയാണ് അവരുടെ സൈഡിൽ നിന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും ഞങ്ങൾ വിചാരിച്ചു, ദൈവമേ ഈ കാശും പോയി, UK ഇല്ല അയർലൻഡും ഇല്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞങ്ങൾ പിന്നെ ഇങ്ങനെ മുമ്പോട്ട് പോയിരുന്നൊരു ദിവസം എൻ്റെ ആൻറ്റി, എൻ്റെ പപ്പയുടെ ബ്രദറും സിസ്റ്ററും എന്നോട് എപ്പോഴും പറയും, മാളു നീ ഒരു ഉടമ്പടി എടുക്കുക, നീ വിചാരിക്കുന്ന പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, നിങ്ങൾ 3 പേരും പോയി ഒന്ന് ഉടമ്പടി എടുക്കുക, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ശരിയാവുമെന്ന് അവരെന്നോട് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഉള്ളിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ളൊരു
അതെനിക്കറിയാം. കാരണം അവരത്രയും എൻ്റെ പപ്പയുടെ ബ്രദറും സിസ്റ്ററും അത്രയും കാര്യമായിട്ടാണ് ഉടമ്പടി കാണുന്നത് തന്നെ. അപ്പോൾ അത് അത്രയും പ്രഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാനത് എടുത്തു കഴിഞ്ഞാൽ വെറുതെ ഉടമ്പടി ചുമ്മാ ഉഴപ്പിക്കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു പണി കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ എപ്പോഴും ആ ഒരു മടി ഉള്ളതുകൊണ്ട് തന്നെ ഞാനപ്പം അങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് ഞാനിങ്ങനെ താല്പര്യപ്പെടാണ്ട് നിൽക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ദിവസങ്ങൾ പോയി, മാസങ്ങൾ പോയി. ഒരു ഫെബ്രുവരി 2025 അപ്പം അന്നൊരു 13-ാം തീയതിയൊക്കെ ആയപ്പം എൻ്റെ ആൻറ്റി എനിക്കൊരു സാക്ഷി അയച്ചു തരുവാണ്. എൻ്റെ പോലെ സെയിം UK ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോകാനായിട്ട് മാസങ്ങളോളം വെയിറ്റ് ചെയ്ത് അവസാനം ആ കൊച്ചിന് ഓഫർ ലെറ്റർ കിട്ടി ആ കുട്ടി പോകുന്നതായിട്ടാണ് ആ സാക്ഷ്യം. അപ്പോൾ ആ സാക്ഷ്യം ശരിക്കും എന്നെ സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയും എന്നെപ്പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചായിരുന്നു. ആ കുട്ടി വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഉടമ്പടി എടുത്ത് കൃത്യമായിട്ട് പാലിച്ചു പോയ ആളാണ്. അപ്പോൾ ആ കുട്ടിയുടെ സാക്ഷ്യം ശരിക്കും എന്നെ സ്ട്രൈക്ക് ചെയ്ത് ഞാൻ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു, ഒരു ഉടമ്പടി അങ്ങ് എടുക്കാം. ഞാനൊരു സാക്ഷ്യം കണ്ടു, ഞാൻ ആ സാക്ഷി ഇവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നമുക്കെന്നാൽ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് എന്നാൽ ശരിയെന്നാൽ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഇവിടെ ഞങ്ങൾ ഫെബ്രുവരി 16, 2025 ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഉടമ്പടിക്ക് മുൻപേ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ പള്ളിയിൽ പോകാം, പറ്റുന്ന ദിവസമൊക്കെ പള്ളിയിൽ പോകും. കുരിശ് വരയ്ക്കാൻ പറ്റുന്ന ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ ജപമാല ചെല്ലും. കാരണം ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പിന്നെ നൈറ്റിൻ്റെ ഇടയ്ക്ക് നമ്മളത് ഭയങ്കര റെയറായിട്ടൊക്കെയാണ് കുരിശ് വരയും പ്രാർത്ഥനയും ഒക്കെ ഉള്ളത്. ആ സമയത്തൊന്നും ഞാൻ അത്രയും പാഷനായിട്ടായിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. പിന്നെ ബൈബിൾ ആണെങ്കിലും വായിക്കുന്നത് മേവേ ആഴ്ചയിൽ 1-2 തവണ എങ്ങാനും ബൈബിൾ തുറന്ന് നോക്കിയാലായി. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്കൊട്ടും ക്ഷമയില്ല. ഞാൻ ഭയങ്കരമായിട്ടും എനിക്കെല്ലാം പെട്ടെന്ന് വേണം. അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ദേഷ്യമൊക്കെ ആവും. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് തന്നെ എന്നെ കണ്ടിന്യൂസിൽ ഒരു 3-4 തവണ എന്നെ എന്തെങ്കിലും കാര്യത്തിന് ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് അവസാനം ദേഷ്യം വരും. അവരോട് എനിക്ക് ദേഷ്യമാവും. എൻ്റെ കൊളീഗ്സിനോടാണെങ്കിലും ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം ദിവസം ബൈബിൾ വായിക്കാൻ തുടങ്ങി, പിന്നെ ജപമാല ചെല്ലാൻ തുടങ്ങി, കുർബാന കൂടാൻ തുടങ്ങി. കുർബാന പരമാവധി ഞാൻ കൂടും. കുർബാന എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കിപ്പം സൺഡേ ഞാൻ എസ്പെഷ്യലി ഞാൻ കൂടാൻ നോക്കും. കാരണം എനിക്കിപ്പോൾ സൺഡേ ഇനിയിപ്പം മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ ഞാനത് മോർണിംഗ് ഷിഫ്റ്റ് മാക്കി അത് ഈവനിങ് ആക്കിയിട്ട് ഞാൻ മോർണിംഗ് കുർബാന കൂടാനായിട്ട് പോകും. അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കുർബാന കൂടാനൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ 3 പേരും കുർബാന കൂടാനും കൊന്ത ചെല്ലാനും ബൈബിൾ വായിക്കാനും ഒക്കെ ഞങ്ങൾ അന്നേരമാണ് തുടർച്ചയായിട്ട് തുടങ്ങിയത്. പിന്നെ 5:30 എണീറ്റ് പ്രാർത്ഥിക്കും, വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കും. അതൊക്കെ വലിയൊരു മാറ്റമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. പിന്നെ എനിക്കാണെങ്കിലും ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ പിന്നെ തീരുമാനിക്കാൻ ഒരു കാരണം എൻ്റെ ആത്മീയതയിലുള്ള എൻ്റെ വളർച്ച ഭയങ്കരമായിട്ട് ബാക്കിലോട്ട് പോകാമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം 4 കൊല്ലം ഞാൻ നഴ്സിംഗ് പഠിച്ചപ്പം ഞാൻ എന്നും പള്ളിയിൽ പോകും. ഞങ്ങൾ എന്നും പള്ളിയിൽ പോകുമായിരുന്നു. ഞങ്ങൾ തന്നെ എന്നും കുർബാനയും കൂടി കൊന്തയൊക്കെ ചെല്ലുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ ജോലിക്ക് കയറിയ പിന്നെ അതൊന്നും ഇല്ലാതെ ആയി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞങ്ങളൊരു ഉടമ്പടി എടുക്കുന്ന എന്തുകൊണ്ട് ഞങ്ങളുടെ ഒരു ആത്മീയ വളർച്ചയ്ക്ക് അതെന്തായാലും നല്ലതായിരിക്കും ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് മുമ്പോട്ട് പോയി. അങ്ങനെ ഉടമ്പടി എടുത്ത് മുമ്പോട്ട് പോയെങ്കിലും ഞങ്ങൾക്ക് അവിടെ ഭയങ്കര സംഭവമായി ഞങ്ങൾ വിചാരിച്ചു ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഭയങ്കര വലിയൊരു അത്ഭുതം നടക്കും എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല നടന്നത്. ഉടമ്പടി എടുത്തു, മാസങ്ങൾ പോയി, കുറേ നാളുകൾ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു മാറ്റവും വന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഏജൻസിക്കാരനെ വിളിക്കുമ്പോൾ അയാൾ പറയുന്നത് വലിയ മാറ്റമൊന്നുമില്ല, ഇവിടെ ഇൻ്റർവ്യൂ ഒന്നും നടക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ആൾക്കും വലിയ ഹോപ്പൊന്നുമില്ല ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ. അങ്ങനത്തെ ഏകദേശം ഒരു കൈവിട്ട രീതിയിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ മെയ് മാസത്തിൽ നമ്മുടെ ഉടമ്പടി ധ്യാനം കൂടുകയാണ്, ചൊവ്വാഴ്ച. ആ ഉടമ്പടി ധ്യാനം കൂടിയ സമയത്തുണ്ടല്ലോ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഞാനന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്. ആ സമയങ്ങളിൽ ഞാൻ ജപമാലയാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് 4 രഹസ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ആ സമയത്തൊക്കെ ഭയങ്കര സ്ട്രെസ്സാണ്. ഒട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഇനി ഭാവിയെക്കുറിച്ച് ഓർത്തുള്ള ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആകെ ഒരു സമാധാനം ഈ കൊന്ത ചെല്ലുന്നതും പിന്നെ കുർബാനയ്ക്ക് പോകുന്നതും ബൈബിൾ വായിക്കുന്നതും മാത്രമായിരുന്നു ആകെ ഒരു സമാധാനം. അതിലായിരുന്നു മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാനതൊക്കെ ഓർക്കുമ്പോൾ എനിക്കത് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്, ഞാൻ എങ്ങനെ അതൊക്കെ ഞാൻ സർവൈവ് ചെയ്തതെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉടമ്പടി ധ്യാനം കൂടുന്ന സമയത്ത് ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറയുകയാണ്, ആ സമയത്ത് എൻ്റെ കയ്യിൽ എൻ്റെ പാസ്പോർട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ എൻ്റെ പാസ്പോർട്ട് ഇങ്ങനെ വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മാതാവ് എനിക്കിതിനൊരു ഉത്തരം തരണം, ഈ പാസ്പോർട്ടും കൊണ്ട് എനിക്ക് അയർലൻഡ് പോകാൻ പറ്റുന്നത്. അപ്പം ഞാൻ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെൻസിൽ വെച്ച് എഴുതേക്കുക, എൻ്റെ മാതാവ് എനിക്ക് അയർലൻഡ് പോകാൻ കൊതിയാവുന്നു, എന്നെ നീ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകാവോ എന്നൊക്കെ ഞാനിങ്ങനെ പെൻസിൽ വെച്ച് എഴുതേക്കുവാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറയുകയാണ്, ആ സമയത്ത് ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കുട്ടി അവൾക്ക് ഒരു കാര്യത്തിന് തീരുമാനമാവാൻ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്.
അവളുടെ പ്രാർത്ഥന മാതാവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അവൾക്ക് ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരില്ല. ഡിസംബറിന് മുന്നേ അവളുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാകും എന്നാണ് അച്ഛൻ അന്ന് ആ സന്ദേശത്തിൽ പറഞ്ഞത്. അത് ഞാൻ വിശ്വസിച്ചു. അപ്പം കാരണം ഞാൻ കൃത്യം എൻ്റെ പാസ്പോർട്ട് കൈ വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു സന്ദേശമായിരുന്നു അത്. അപ്പം ഞാൻ വിശ്വസിച്ചു, ഇത് എനിക്കുള്ളതാ, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്കുള്ളതാ. കാരണം ഞങ്ങൾ അത്രയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് ഞങ്ങൾക്ക് വേണ്ടി മാതാവ് ഞങ്ങൾക്ക് അന്നൊരു അടയാളമാണ്, അത് അച്ഛനിലൂടെ ഞങ്ങൾക്ക് അന്നൊരു സന്ദേശമെന്ന് ഞാനപ്പോൾ ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ മെയ് മാസം കഴിഞ്ഞു, ഒന്നും നടന്നില്ല. ഏപ്രിലായി, മെയ്, ജൂൺ, ജൂലൈ ഒക്കെ ആയി. അങ്ങനെ ഒരു ജൂൺ മാസമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വേറൊരു ഇൻ്റർവ്യൂ വരുവാണ് അയർലൻഡിലേക്ക്. പക്ഷേ ആ ഇൻ്റർവ്യൂവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഇൻ്റർവ്യൂവിൽ ഒറ്റ വേക്കൻസിയേ ഉള്ളൂ. ഞങ്ങളൊരു 6 പേരുണ്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 6 പേർക്കും ഒരൊറ്റ വേക്കൻസിയും. അപ്പോൾ ഞങ്ങൾ സാറിനോട് ചോദിച്ചു, ഇത് ശരിയാണ്, ഞങ്ങൾ 3 പേര് ഒരുമിച്ച്, ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് പോകാനാണ് ഞങ്ങൾക്ക് താല്പര്യം. ഞങ്ങൾ 3 പേര് ഒരുമിച്ച് ഉടമ്പടി എടുത്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് പഠിച്ച് വർക്ക് ചെയ്ത് വന്നവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ തന്നെയാണ് താല്പര്യം. കാരണം ഒരാൾക്ക് അത് കിട്ടിയില്ലെങ്കിലുള്ള വിഷമം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ആ ഒരു സാഹചര്യത്തിൽ അപ്പം ഞങ്ങളിങ്ങനെ സാറിനോട് ചോദിച്ചു. അപ്പോൾ സാറ് ഞങ്ങളോട് പറഞ്ഞു, ഒരു വേക്കൻസി ഉള്ളെങ്കിലും പറയാൻ പറ്റത്തില്ല, അവർ ചിലപ്പോൾ 2-3 പേരെ എടുക്കും, അത് ചിലപ്പോൾ നിങ്ങളാവാം എന്ന രീതിയിലും സാറിങ്ങനെ നമുക്കൊരു ഹിൻറ്റ് തന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഓക്കെ നമുക്കത് കിട്ടും, നമ്മളത് നമുക്കത് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അങ്ങനെ ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾക്ക് ലഭിച്ചില്ല, ബാക്കി 2 പേർക്കും, എനിക്കും ആഷ്നയ്ക്കും അത് ലഭിച്ചു. അത് ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് അതൊരു ഫോളോ അപ്പ് ഇൻ്റർവ്യൂ ആയിരുന്നു, നെക്സ്റ്റ് ലെവൽ ഓഫ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്. അപ്പം ഒരാൾക്ക് കിട്ടിയില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു ഹോപ്പും ഞങ്ങൾക്ക് അത് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്കുണ്ട് മനസ്സിൽ, ദൈവമേ ഈ ഇൻ്റർവ്യൂ ലാസ്റ്റ് ഞങ്ങൾക്ക് ആകെയുള്ളൊരു പിടിവള്ളിയാണ്, ഇനി അത് ഞങ്ങൾക്ക് കിട്ടത്തില്ലേ എന്നുള്ളൊരു ടെൻഷനൊക്കെ ആ സമയത്തും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഫോളോ അപ്പ് ഇൻ്റർവ്യൂ നടന്ന സമയത്ത് അവർ പറഞ്ഞു, നിങ്ങളൊരു 3 പേരുണ്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ, ഇതിലൊരാളെ അവർ സെലക്ട് ചെയ്യുന്നുള്ളൂ എന്ന് അവർ ഓൾറെഡി ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ടെൻഷനായി, ഞാനാണോ ആഷ്നയാണോ അതോ മറ്റൊരു കുട്ടിയാണോ ആരാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന 2 ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂ ആസ് യൂഷ്വൽ ഞങ്ങൾ നോർമൽ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് വന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച ഞങ്ങൾ സാറിനെ വിളിച്ചു. അപ്പോൾ സാറ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആ ഇൻ്റർവ്യൂവിന് പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞു. അത് ശരിക്കും ഒരു ഭയങ്കരമായിട്ട് ഞങ്ങളെ കൂടുതൽ സങ്കടപ്പെടുത്തി. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുക ഈശോയോട് മാതാവോടും, എന്തിനാ ഇങ്ങനെ ഞങ്ങൾ എന്തിനാ ടോർച്ചർ ചെയ്യുന്നത്? ഞങ്ങൾ ചോദിച്ചിട്ടല്ല ഈ ഇൻ്റർവ്യൂ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കാത്ത സമയത്ത് ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ വന്നിട്ട് ഇത് ഞങ്ങൾക്ക് വെറുതെ ഒരു ഇൻ്റർവ്യൂ വന്ന് ഒരു വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്തിനാ വെറുതെ കൂടുതൽ കഷ്ടപ്പെടുത്താനാണോ, കൂടുതൽ ഞങ്ങൾക്ക് ഇങ്ങനെ വേദനകൾ തരാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ തന്നതെന്ന് ഞാനിങ്ങനെ ഈശോയുടെ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ ആഷ്നെ വിളിച്ച് പറയുന്നുണ്ട്. കാരണം ഏഞ്ചൽ ഓൾറെഡി ഡിപ്രസ്ഡ് ആണ്, അവൾക്ക് ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ സെക്കൻഡ് ലെവൽ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇവളെ വിളിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായില്ല. ഞാനപ്പോൾ ആഷ്നെ വിളിച്ചു. ആഷ്നോട് പറഞ്ഞു, എന്തിനാണ് നമ്മളെ മാതാവ് ഈശോ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? ഇതിനേക്കാളും ഭേദം ഒന്നും തരാതിരിക്കുമായിരുന്നല്ലോ. നമ്മൾ ഉടമ്പടി എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ഇത്രയും പോലും പ്രാർത്ഥിക്കാത്തവർ നമുക്ക് ചുറ്റും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഇത്രയും പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണോ ദൈവം നമുക്ക് ഇത്രയും പരീക്ഷണങ്ങൾ തരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആഷ്ന എന്നോട് പറഞ്ഞു, എടി ദൈവത്തിന് കൂടുതൽ ഇഷ്ടമുള്ളവരെ, അല്ലെങ്കിൽ മാതാവിനും ഈശോയ്ക്കും കൂടുതൽ ഇഷ്ടമുള്ളവരെയാണല്ലോ മാതാവ് ഈശോയും പരീക്ഷിക്കുന്നത്, അതുപോലെ നമ്മളെ പരീക്ഷിച്ചാൽ നീ അത്ര ഓർത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ആ ഒരു സങ്കടത്തിലൊരു ദേഷ്യത്തിലും ഞാൻ ആഷ്നോട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഈശോയും മാതാവും നമ്മളെ സ്നേഹിക്കാതിരിക്കുന്നത് നല്ലത്. ഇങ്ങനെ പരീക്ഷണം തരാനാണെങ്കിൽ എന്നെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ എൻ്റെ വിഷമത്തിൽ ഞാൻ പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞു തീർന്ന ആ സെക്കൻഡിൽ തന്നെ ഞാൻ റിയലൈസ് ചെയ്തു, ഞാൻ പറഞ്ഞത് അത്രയ്ക്കും വലിയൊരു തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാനപ്പോൾ തന്നെ ഈശോയുടെ സോറി പറഞ്ഞു, മാതാവിനോട് സോറി പറഞ്ഞു. പക്ഷേ അതൊന്നും കാര്യമില്ല. പക്ഷേ അത് എനിക്കറിയാം ഈശോയ്ക്ക് മാതാവിനെ അത് ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഒട്ടും, പക്ഷേ അത് വെള്ളിയാഴ്ച റിസൾട്ട് വന്നു. എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, വീട്ടിൽ വിളിച്ചിട്ട് കരച്ചില്ല. വീട്ടുകാർ പറഞ്ഞു, എന്നാൽ വീട്ടിലോട്ട് പോരെ, നിനക്ക് ഇത്രയും ഒട്ടും അവിടെ പറ്റുന്നില്ലെങ്കിൽ നീ പോരെ. എനിക്ക് ജോലിയിലാണ് സ്ട്രെസ്സ്, ജോലിയും പറ്റുന്നില്ല, എല്ലാം കൂടി ഇട്ടിട്ട് പോയാലോ എന്നുള്ളൊരു ചിന്തയൊക്കെയായി. അങ്ങനെ എൻ്റെ ആൻറ്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇടി നീ ഒരു കാര്യം ചെയ്യുക, നാളെ ശനിയാഴ്ചയല്ലേ, അച്ഛൻ കാണും, നീ ഒന്ന് കൃപാസനത്തിൽ ചെല്ല്. അപ്പോൾ അവിടെ ചെന്നിട്ട് അച്ഛനെ ഒന്ന് കാണാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി ശനിയാഴ്ച ഇവിടെ വന്ന് ഞാനിവിടെ വന്ന് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞ് ഞാൻ അത്രയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ തളർന്നു, ഞാൻ മടുത്തു. ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, എനിക്കിനി വയ്യ, ഇതിനേക്കാളും ഭേദം ഒരു അറ്റാക്ക് വന്നങ്ങ് മരിക്കുമായിരുന്നു എന്ന് വരെ ഞാൻ മാതാവിനോട് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച സമയത്ത് ഞാനിങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി കയറി. അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി കയറി കഴിഞ്ഞപ്പം അച്ഛൻ എൻ്റെ പാസ്പോർട്ടും എൻ്റെ OETയും എൻ്റെ DL ഒക്കെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. പിന്നെ ഈശോയുടെ രൂപത്തെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു.
ഞാൻ പിന്നെ അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛാ എനിക്കിങ്ങനെ ഡൗട്ടാണ്, ഞാൻ ഇനി UK എന്തെങ്കിലും മാസ്റ്റേഴ്സ് എടുക്കാൻ പോകണോ, അല്ലെങ്കിൽ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകണോ, അല്ലെങ്കിൽ ഞാൻ ഈ അയർലൻഡ് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കണോ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നിൻ്റെ OETക്ക് ഇനി എത്ര നാളും കൂടെ വാലിഡിറ്റി ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഇനിയൊരു 4 മാസം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു വാലിഡിറ്റി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, 4 മാസം കൂടെ ഇല്ലേ, OET കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ, എന്നിട്ടൊരു തീരുമാനം എടുത്താൽ പോരെയെന്ന് അച്ഛൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായില്ലേ, ഇതിപ്പോൾ അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്, എന്നോട് വെയിറ്റ് ചെയ്യാനാണോ ഉദ്ദേശിച്ചത്, അതോ ഞാനിനി വേറെ എന്തെങ്കിലും ചെയ്യണോ, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ആൻറ്റിയും ബ്രദറും പറഞ്ഞു, എടി അത് അച്ഛൻ പറഞ്ഞേക്കുന്നത് നിനക്കത് കിട്ടുമെന്ന് തന്നെയാണ്, അപ്പോൾ നീ അത് വിശ്വസിക്കാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഞാൻ വിശ്വസിച്ചില്ല ആക്ച്വലി. എൻ്റെ പപ്പ പറഞ്ഞു, എന്നാൽ അച്ഛൻ എന്തായാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക് നീ എന്നാൽ ഒരു അങ്ങനെ പോട്ടെ, നമുക്കെന്തായാലും അയർലൻഡിൽ വേണ്ടി തന്നെ നോക്കാം, എന്താണേലും നീ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ, അപ്പോൾ അവിടുന്ന് നമുക്ക് എൻക്വയറി വരുന്നുണ്ട്, അപ്പം നമുക്ക് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ലീവ് എടുക്കുന്നു, അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിലോട്ട് കയറിയിട്ട് മാസങ്ങളായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ അബ്സ്കൗണ്ടായി പോയോ എന്നൊക്കെ അവർക്കൊരു ഡൗട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇവരോടിങ്ങനെ, അപ്പം എനിക്ക് തിരിച്ച് ആ ഹോസ്പിറ്റലിലോട്ട് കയറുന്നത് അത്ര എളുപ്പമല്ല. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ ഓക്കെ ജോലി അങ്ങ് റിസൈൻ ചെയ്തേക്കാം, നമുക്കെന്നാൽ പയ്യെ ജർമ്മൻ ചുമ്മാ പേരിനങ്ങ് പഠിക്കുന്ന രീതിയിൽ ഒരു 2 മാസമല്ലേ, അതങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാൻ തീരുമാനിച്ചു. ജർമ്മൻ പഠിക്കാൻ തീരുമാനിച്ചതാണ് അത്. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുത്തൊരു തീരുമാനമായിരുന്നു. അതായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ബ്ലണ്ടർ. ഞാൻ ജർമ്മൻ പഠിക്കാൻ തുടങ്ങി ഏകദേശം ഒരു A1 എത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റുകയില്ലാന്ന്. ഞാനും ഏഞ്ചലുമാണ് ശരിക്കും ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയത്. ആഷ്ന ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായില്ല, അവൾ വർക്ക് ചെയ്ത് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനായി, ഇടി നമ്മൾ ജോലി റിസൈൻ ചെയ്തു, ജർമ്മൻ നമ്മളെ കൊണ്ട് ഒന്നും പറ്റത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി, നമ്മളിനി എന്നാ ചെയ്യും, നമുക്കിനി ഒന്നും ചെയ്യാനില്ലല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവരെന്നോട് പറയുന്നുണ്ട്, എന്നാൽ നമുക്കെന്നാൽ സൗദിയൊക്കെ തുടങ്ങിയാലോ എന്നൊക്കെ ഒരു രീതിയിൽ നമുക്ക് ചിന്ത വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് സൗദി ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം എനിക്ക് ആകെ ഒരു സമാധാനം ഇപ്പോൾ ഉള്ളത് ഈശോയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നത്, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ. സൗദിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അവിടെ പള്ളിയൊക്കെ ഉണ്ടോയെന്ന്, എനിക്ക് പള്ളിയൊന്നും കുർബാനയൊന്നും കൂടാണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ ഇങ്ങനെ ഇവന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ പറഞ്ഞു, എടി മാതാവ് ഇനിയിപ്പോൾ എന്താ വിധിച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല, ഇനിയിപ്പോൾ സൗദി ആണെങ്കിൽ സൗദി നമുക്ക് നോക്കാമെന്നുള്ള രീതി ഇങ്ങനെ പോട്ടെ, 1 മാസം കൂടെ പോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോവുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 1 മാസങ്ങൾ കഴിഞ്ഞു. ഞാൻ ജർമ്മൻ പഠിത്തം നിർത്തി, എനിക്ക് മതിയായി, എന്നെ കൊണ്ടത് പറ്റുന്നില്ല, കാരണം അത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇരട്ടി സ്ട്രെസ്സായി. അപ്പം എനിക്ക് മനസ്സിലായി ഞാനത് അച്ഛൻ്റെ വാക്കിനെതിരായിട്ട് ഞാൻ ചെയ്തതാണ്. അച്ഛൻ ഓൾറെഡി മാതാവിൻ്റെ അടുത്തും ഈശോയുടെ അടുത്തും പോയി പ്രാർത്ഥിച്ച് എനിക്കന്ന് സന്ദേശമായിരുന്നു. ഞാനത് ധിക്കരിച്ച് പോയി എടുത്തൊരു തീരുമാനമാണ് ഞങ്ങൾ ജർമ്മൻ പഠിത്തം. അപ്പം അതെനിക്ക് ഞാനത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആകെ ടെൻഷനായി, ഇനി ആകെ ഗ്യാപ്പായി, ജോലിയില്ല, നാട്ടുകാരുടെ ചോദ്യങ്ങൾ നാട്ടുകാരിങ്ങനെ ചോദിക്കാൻ തുടങ്ങുന്നു, എന്തായി പോണില്ലേ. എനിക്കിതെല്ലാം കൂടെ കേട്ടിട്ട് ഒട്ടും പറ്റാത്ത അവസ്ഥയായി. ഞാൻ എന്നും കരച്ചിലും പ്രാർത്ഥനയും മാത്രം, രാവിലെ തൊട്ട് വൈകിട്ട് വരെ. രാവിലെ പള്ളി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കും, പക്ഷേ എനിക്കെന്തോ പള്ളി പോകാൻ മാത്രം ഭയങ്കര ഞങ്ങൾക്കൊരു ധൈര്യമായിരുന്നു. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പള്ളി പോകുമായിരുന്നു. പള്ളി പോക്കും കുർബാനയും മാത്രം. കുർബാന കൂടി ഇങ്ങ് വന്നു കഴിയുമ്പോൾ തന്നെ ഇരുന്ന് മാതാവിൻ്റെ അടുത്ത് മാതാവിൻ്റെ ഒരു രൂപമുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും, മാതാവേ ജോലിയില്ല, ജർമ്മനില്ല, ഒന്നുമില്ല, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഇനിയിപ്പോൾ സൗദി വല്ലതും തുടങ്ങണോ, ഒരു ഐഡിയയില്ല, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ കരഞ്ഞ് ഒരു ദിവസം ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾക്ക് 3 പേർക്കുള്ള ഇൻ്റർവ്യൂ. അപ്പം ഞങ്ങൾ സാറിനോട് ചോദിച്ചു, സാറ് ഇതെങ്ങനെ അന്നത്തെ പോലെ ഒരു വേക്കൻസി ആണോ അതോ കുറച്ചധികം വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സാറ് ഞങ്ങളോട് പറഞ്ഞു, ഇതൊരു 5-6 വേക്കൻസി ഉണ്ട്, നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാമെന്നുള്ള രീതി, 3 പേർക്കും അറ്റൻഡ് ചെയ്യാമെന്നുള്ള രീതി തന്നെയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്കതൊരു ചെറിയ പ്രതീക്ഷയുണ്ട്, ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് പറയുന്നില്ല. സാധാരണ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം, കൂടിപ്പോയാൽ 2 ദിവസം അതിനുള്ളിൽ റിസൾട്ട് വരേണ്ടതാണ്. ഞങ്ങളുടെ റിസൾട്ട് വരുന്നില്ല, പിന്നെയും പഴയ അവസ്ഥ തന്നെ. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിക്കുക, മാതാവേ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ ഓൾറെഡി മാതാവിൻ്റെ അടുത്തും ഈശോയുടെ അടുത്തും പറഞ്ഞായിരുന്നു, ഞങ്ങൾക്കിനി ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് 3 പേർക്കും പാസ്സാവാനുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നൊരു ഇൻ്റർവ്യൂ മതി, അല്ലെങ്കിൽ വെറുതെ അതിനെ ഓർത്ത് സങ്കടപ്പെടാനോ അതോർത്ത് കരയാനോ ഞങ്ങൾക്കിനി വയ്യാന്ന് ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം ഇങ്ങനൊരു ഇൻ്റർവ്യൂ വന്നു. അങ്ങനെ ഈ റിസൾട്ട് വരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ചയായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഓക്കെ ഒരാഴ്ച ആകുമ്പോഴേലും റിസൾട്ട് വരുമായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു.
ഒരു രക്ഷയില്ല, ഒരു റിസൾട്ടൊന്നും വന്നില്ല. അങ്ങനെ 2ാമത്തെ ആഴ്ചയായി. ഈ 2ാമത്തെ ആഴ്ചയുടെ സമയത്തും ഈ സമയങ്ങളെല്ലാം ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, ഞങ്ങൾ കുരിശ് വരയ്ക്കുന്നു, ജപമാല ചെല്ലുന്നുണ്ട്, എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ അവിടെ കുറേ പാവപ്പെട്ട പേഷ്യൻസ് ഉണ്ട്. അവരോട് നമ്മൾ പേഷ്യൻസിന് നമ്മൾ ഫുഡ് കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് നമ്മൾ ധനസഹായം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു സ്വഭാവത്തിന് വന്നൊരു ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് പിന്നെ എല്ലാവരോടും കുറച്ചും കൂടെയൊക്കെ ഒരു മനസ്സലിവ് തോന്നി. പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടി മാത്രമായിരുന്നു. ഞാൻ ഭയങ്കര സെൽഫിഷായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. അല്ലെങ്കിൽ കൂടിപ്പോയി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും. അതിനപ്പുറം ഞാൻ ആർക്കും വേണ്ടി അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ കൂടുതലും ദൈവത്തിൻ്റെ അടുത്ത് അടുക്കാൻ തുടങ്ങിയത്, കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, മറ്റുള്ളവൻ്റെ വിഷമം എന്നാന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ആണെങ്കിലും വേദനിക്കുന്ന കാണുമ്പോൾ നമുക്കും സങ്കടം വന്നു തുടങ്ങിയതൊക്കെ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം വന്നൊരു മാറ്റമായിരുന്നു. ആത്മീയതയിൽ ഞാൻ അത്രയും വളർന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ റോട്ടിലാണെങ്കിലും സൈഡിൽ പാവങ്ങൾ ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും സഹതാപം തോന്നും. ഞാൻ എൻ്റെ അവസ്ഥ ഒന്ന് കമ്പയർ ചെയ്യും. അവരെ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ എന്ത് ഭാഗ്യവതിയാണെന്ന് എനിക്ക് തോന്നിപ്പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ടൊന്നും വരാതെ ഒരു ദിവസം ഒരു വ്യാഴാഴ്ചയാണ് അന്ന് ഞാനിങ്ങനെ ഡെയിലി ബ്രെഡ് കൂടുന്നുണ്ടായിരുന്നു. ഡെയിലി ബ്രെഡ് ഞങ്ങൾ എല്ലാ ദിവസവും കൂടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഓരോ ദിവസം ഓരോ സന്ദേശങ്ങൾ പറയും. അത് ശരിക്കും നമുക്കൊരു പ്രചോദനം. ഓരോ ദിവസത്തെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടുന്നതാണ്, ജോസഫ് അച്ഛൻ്റെ. അങ്ങനെ ഡെയിലി ബ്രെഡ് കൂടുന്ന ആ ദിവസം അന്ന് രാവിലെ അച്ഛൻ ഇങ്ങനെ പറയാണ്, കുറേ മക്കളെ എൻ്റെ കാര്യം പറയണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. അവരുടെ കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കാര്യങ്ങൾ ഇന്ന് മാതാവ് സാധിച്ചു കൊടുക്കട്ടെ എന്ന് പറയുന്നു. അന്നേ ദിവസം വൈകുന്നേരം 4:50 ഏജൻസിയിലെ സാറ് എന്നെ വിളിച്ച് പറയാണ്, ആൻമരിയ നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, നിങ്ങൾ 3 പേരും പാസ്സായി എന്ന് പറഞ്ഞു. അതെനിക്ക് നല്ല വിശ്വാസമുണ്ട്. അങ്ങനത്തെ ഒരാഴ്ചയായിട്ടും 2 ദിവസം കൊണ്ട് വരേണ്ട റിസൾട്ട് 2 ആഴ്ച എടുത്തു റിസൾട്ട് വരാനായിട്ട്. ആ റിസൾട്ടിൽ ഞങ്ങൾ 3 പേര് ഒരുമിച്ച് പാസ്സാവണമെങ്കിൽ അത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. കാരണം അത്രയും മാതാവിനെ ഞങ്ങളുടെ അവസ്ഥ മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ അത്രയും എണ്ണിപ്പെറുക്കി പറഞ്ഞിട്ടുണ്ട്. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേറെ ഒന്നുമില്ല, ജോലിക്ക് പോകുന്നില്ല, പഠിക്കുന്നില്ല, ആകെയുള്ള ഒറ്റ കാര്യം പ്രാർത്ഥന മാത്രമാണ്. കൊന്ത ചെല്ലുക, മാതാവിൻ്റെ രൂപം നോക്കി കരയുക, മാതാവിനോട് ഇങ്ങനെ എണ്ണിപ്പെറുക്കുക, ഈശോയോട് പറയുക, ബൈബിൾ വായിക്കുക. അരമണിക്കൂറൊന്നും അല്ല ആ സമയത്ത് ബൈബിൾ വായിച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു എപ്പോഴും ബൈബിൾ തുറന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം ബൈബിൾ തുറന്നു നോക്കിയപ്പം എനിക്ക് കിട്ടിയ ഒരു വചനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അന്ന് ഒരുപാട് കരഞ്ഞാണ് പ്രാർത്ഥിച്ച് എണീക്കുന്നത്. ഒരു വെളുപ്പിന് 5:30 ഞാനിങ്ങനെ കരഞ്ഞ് ഞെട്ടി എണീക്കുക, ഇനി എന്താവും എന്നോർത്ത ടെൻഷനിലെ. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ഡെയിലി ബ്രെഡ് കൂടി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ബൈബിൾ തുറന്ന് നോക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്താണെന്ന് വെച്ചാൽ, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന്. ആ വചനത്തിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ച് ഞാനിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായി ഞങ്ങൾ മുമ്പോട്ട് പോയി. പിന്നെ ഞങ്ങൾക്ക് ജോബ് ഓഫറും കോൺട്രാക്ട് ലെറ്ററും വരുന്നില്ല. എല്ലാ കാര്യത്തിനും ഭയങ്കര ഡിലേ ആവുന്നു. ഓൾറെഡി ഇനിയിപ്പം OET 4 മാസം വാലിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞത് നേരെ ചുരുങ്ങി 2 മാസമായി. ഇപ്പം ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. ഇനി ഈ ജോബ് ഓഫർ ലെറ്ററും കോൺട്രാക്റ്റും ഒക്കെ ഇത്ര ലേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. കാരണം OET എക്സ്പയർ ആയി കഴിഞ്ഞാൽ പോയിട്ടൊരു കാര്യമില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങളുടെ ഏജൻസിക്കാരനെ വിളിച്ച് വെച്ചപ്പോൾ ഏജൻസിക്കാരൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ OET ഒക്ടോബർ 28 വരെ ഉള്ളുവെങ്കിലും നിങ്ങളുടെ DLൻ്റെ വാലിഡിറ്റി ഡിസംബർ 6 വരെ ഉണ്ട്. അപ്പം നമുക്ക് എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് ഈ DLൻ്റെ വാലിഡിറ്റി നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസംബറിന് മുന്നേ കയറി വന്നാൽ മതി. അപ്പം ഞാൻ കണക്ട് ചെയ്തു. അന്ന് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞത് ഡിസംബറിന് മുന്നേ ആ കൊച്ചിൻ്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാവുന്ന ആ സെയിം എനിക്ക് എൻ്റെ ഡിസംബറിന് മുന്നേ ഞങ്ങളുടെ കാര്യത്തിന് തീരുമാനമാക്കും എന്ന് ഏജൻസിക്കാരൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി. ഞങ്ങളുടെ ക്ലാസ്സുകളെല്ലാം ഞങ്ങൾ കൂടി ഞങ്ങളുടെ ജോബ് ഓഫർ ലെറ്ററും കോൺട്രാക്റ്റും ഒക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ ഈ അയർലൻഡ് വിസയ്ക്ക് വേണ്ടിയിട്ട് എട്ടിപ്പിക്കൽ വിസ എന്ന് പറഞ്ഞൊരു വിസ, ഒറിജിനൽ വിസ വെക്കുന്നതിന് മുന്നേ എട്ടിപ്പിക്കൽ വിസ വെക്കണം. ഈ എട്ടിപ്പിക്കൽ വിസയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ എട്ടിപ്പിക്കൽ വിസ നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ പോയാൽ ഒന്നും ശരിയാവുന്ന കാര്യമില്ല. എട്ടിപ്പിക്കൽ വിസ ഇതിന് വേണ്ടിയിട്ട് 2-3 തവണയൊക്കെ നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കണം. പക്ഷേ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പോയി എട്ടിപ്പിക്കൽ വിസ വെക്കാനായിട്ട് ചെന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് തന്നെയാണ് പോയതെല്ലാം. നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചെന്ന് അന്ന് രാവിലെ ഞങ്ങൾ ചെന്നു, വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ എട്ടിപ്പിക്കൽ വിസയ്ക്ക് ഞങ്ങൾ വെക്കാൻ പറ്റും ഞങ്ങൾക്ക്. അതുപോലെ തന്നെ എട്ടിപ്പിക്കൽ വിസയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സാധാരണ അതിൻ്റെ അപ്രൂവൽ വരാൻ മിക്കവർക്കും തന്നെ 5-6 ദിവസം എടുക്കും, അല്ലെങ്കിൽ 2 ആഴ്ച വരെ എടുത്തവരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ എട്ടിപ്പിക്കൽ വിസ 2 ദിവസം, എൻ്റെ വിസ 1 ദിവസം കൊണ്ട് വന്നു. ഇവർക്ക് 2 പേർക്കും എട്ടിപ്പിക്കൽ വിസ 2 ദിവസം കൊണ്ട് വന്നു. അങ്ങനെ എട്ടിപ്പിക്കൽ വിസയൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഏജൻസിക്കാർ പറഞ്ഞു, ഓക്കെ ഇനി നിങ്ങൾക്ക് വിസയാണ് വെക്കേണ്ടത്. വിസ വെക്കാനായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ നേരെ ഡൽഹിക്ക് തന്നെ പോകണം, അയർലൻഡ് എംബസി തന്നെ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഡൽഹിയിൽ ഞങ്ങൾക്ക് ആർക്കും ആരെയും പരിചയമില്ല, ഞങ്ങൾക്ക് ഭാഷ അറിയത്തില്ല. ആകെ അറിയുന്ന ഒരു ഇംഗ്ലീഷ് മാത്രമുണ്ട്, പിന്നെ മലയാളമുണ്ട്, വേറെ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല.
അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് എങ്ങനെ ചെല്ലേണ്ടത് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു നിങ്ങൾ ഫ്ലൈറ്റിന് പോകണം, ഫ്ലൈറ്റിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഏതൊരു സ്ഥലപ്പേര് പറഞ്ഞു, അവിടെയാണ് അയർലൻഡിൻ്റെ നമ്മുടെ എംബസി ഉള്ളത്, ഗ്ലോബൽ VFS ഉള്ളതെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. ഇനി അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഇത് എന്ത് ചെയ്യും, മണ്ടത്തരം എല്ലാം കാണിക്കും എന്നൊക്കെയുള്ള ടെൻഷനായി. പക്ഷേ അവിടെയും മാതാവിൻ്റെ ഇടപെടലുണ്ടായി. ഞങ്ങൾക്ക് എങ്ങനെയുണ്ട് അത്, ഞങ്ങൾക്ക് ഇനി ബാക്കിയുള്ളതെല്ലാം മാതാവിൻ്റെ ഇടപെടലാണ്. കാരണം ഞങ്ങളവിടെ എൻ്റെ ആൻറ്റി വിളിച്ചിട്ട്, ആൻറ്റിയുടെ ഒരു ഫ്രണ്ട് ഡൽഹിയിലുണ്ട്, ആളുടെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുക. അപ്പോൾ ആളുടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് അവിടെ, ആൾ ഞങ്ങൾക്ക് അവിടെ റൂം തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ദൈവമേ, ഇന്നേ വരെ ഞങ്ങൾ ആ ചേട്ടനെ അറിയത്തില്ല. എൻ്റെ ആൻറ്റിയുടെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരാൾ ഞങ്ങൾക്ക് അവിടെ ഉണ്ടാവാൻ തന്നെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചത് പോലുമല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങൾ വെളുപ്പിനെ 2 മണിക്കാണ് ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. ആ അങ്കിൾ കൃത്യം ഞങ്ങൾ 2 മണിക്ക് അവിടെ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തുകൊണ്ട് പോയി. അത്രയും ഒരു വലിയ ഉപകാരമൊന്നും ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ ചെയ്യുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ ആ അങ്കിൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. അത് ഞങ്ങളെ അറിയത്തു പോലുമില്ല. ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾക്ക് അങ്കിളിൻ്റെ വീട് തന്നു, റൂം തന്നു, അവിടെ ഞങ്ങൾക്ക് ഫുഡ് തന്നു, പിന്നെ ഞങ്ങൾക്ക് അങ്കിളിൻ്റെ വണ്ടി തന്നു, ഒരു ഡ്രൈവറിനെ ഏർപ്പാടാക്കി തന്നു. ആ ഡ്രൈവറാണ് ഞങ്ങളെ കൊണ്ട് VFSലോട്ട് പോയത്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ഡൽഹി കൊണ്ടുപോയി കാണിച്ചു. ഞങ്ങൾക്ക് അത്രയും വലിയൊരു സൗഭാഗ്യം തന്നത് അത് ശരിക്കും മാതാവ് ഒരു ദൈവദൂതനെ ഈശോ ഞങ്ങൾക്ക് വേണ്ടി തന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുക. കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരാളെ ഞങ്ങൾക്ക് അവിടെ തരേണ്ടതല്ല. മനോജ് അങ്കിൾ എന്നാണ് അങ്കിളിൻ്റെ പേര്. ആ അങ്കിളിനോട് എന്നും നന്ദി മാത്രമേ ഉള്ളൂ. ആ അങ്കിൾ ഞങ്ങൾക്ക് ചെയ്തു തന്ന അത്രയും വലിയ ഉപകാരങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്മൂത്തായിട്ട് ഡൽഹിയിൽ പോയി വിസയൊക്കെ വെച്ചു. വിസ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. അതേമേ വിസയിന് റിജക്ഷനൊക്കെ ആവുമോ, അങ്ങനത്തെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണല്ലോ വന്നത്. പിന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഞാൻ എന്തായാലും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് എന്താണെങ്കിലും വിസ കിട്ടും. കാരണം എൻ്റെ വിസ കൊണ്ടുപോയി മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും വിസ വരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പോയി വിസ വന്നു. അപ്പോൾ വിസയുടെ നമുക്കിങ്ങനെ VFSൻ്റെ സൈറ്റ് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ വിസ അപ്രൂവ്ഡ് ആയോ റിജക്റ്റഡ് ആയോ എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ ഞാൻ സൈറ്റ് എടുത്ത് നോക്കുമ്പം ഇവരുടെ 2 പേരുടെയും വിസ അപ്രൂവ്ഡായി. എൻ്റെ വിസ മാത്രം വിസയുടെ നമ്പറും ഇല്ല, ഒന്നുമില്ല. റിജക്റ്റഡ് ആണെന്നും കാണിക്കുന്നില്ല, അപ്രൂവ്ഡ് ആണെന്നും കാണിക്കുന്നില്ല, സ്റ്റിൽ വെയിറ്റിംഗ്, പ്രോസസ്സിംഗ് എന്ന് മാത്രം കാണിക്കുക. പിന്നെ എനിക്ക് ടെൻഷൻ. ഞങ്ങൾ 3 പേര് ഒരുമിച്ച് വെച്ചു, ഞങ്ങൾ 4 പേര് ഒരുമിച്ച് വെച്ചു. എനിക്ക് മാത്രം വിസ വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ എനിക്ക് മാത്രം വിസ വരാത്തെ. അപ്പം അതായിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് ആദ്യത്തെ ദിവസമല്ലേ, 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് വരുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വേറൊരു കൊച്ചിനോട് ചോദിച്ചു. ആ കൊച്ച് ഞാൻ വെച്ച് കഴിഞ്ഞിട്ടാണ് ആ കുട്ടി വിസയ്ക്ക് വെച്ചത്. ആ കുട്ടിയുടെ വിസ അപ്രൂവ്ഡായി. എൻ്റെ വിസ മാത്രം അപ്രൂവ്ഡ് ആവുന്നില്ല. എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ എന്നിട്ട് ടെൻഷനായെങ്കിലും പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ടെൻഷനുണ്ട്, പക്ഷേ കോൺഫിഡൻസ് ആണ്. കാരണം മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചതാണ് എൻ്റെ പാസ്പോർട്ട്. അപ്പോൾ എനിക്ക് എന്താണെങ്കിലും അതിനൊരു ഉത്തരം തരും, മാതാവ് എനിക്ക് അപ്രൂവ്ഡ് ആക്കി തരും എന്നുള്ളൊരു വിശ്വാസമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഇവരെന്നെ വിളിച്ച് ചോദിക്കും, ഇടയിൽ നിനക്ക് ടെൻഷനുണ്ടോ, കുഴപ്പമുണ്ടോ? കാരണം ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് പഠിക്കണം, എക്സാമിന് വേണ്ടിയും കൂടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയം അത്. അപ്പം ഞാൻ പറയും ഇല്ലടി എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതുവരെ ഞാൻ ഓക്കെയാണ്, എനിക്കെന്തോ ഒരു വിശ്വാസമുണ്ട് എനിക്കത് വരും. കാരണം മാതാവ് എനിക്ക് തന്നതാണ് എപ്പോഴും ഒരു വിശ്വാസം എനിക്കുണ്ടെന്ന് പറയും. പിന്നെ ഇവരാണെങ്കിലും വിളിച്ചിട്ട് പറയും, ഇടി ഞങ്ങളെക്കാളും കൂടുതൽ വിസ വരാൻ നിനക്കാണ് ചാൻസ് കൂടുതൽ. കാരണം നിൻ്റെയാണ് വിസ കൊണ്ടുപോയി പാസ്പോർട്ട് കൊണ്ടുപോയി മാതാവിൻ്റെ മുന്നിലും അച്ഛൻ കൊണ്ടുപോയി വെച്ചത്. അപ്പം നിൻ്റെ വിസ എന്തായാലും വരും, നീ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇവരുടെ വിസ ഏജൻസിയിൽ വന്നു. എൻ്റെ വിസ പ്രോസസ്സിങ് പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുക. വിസയ്ക്ക് യാതൊരു മാറ്റമില്ല. ഇവർ 2 വിസ വന്നു, എൻ്റെ വിസ വന്നില്ല. അപ്പം എനിക്ക് ചെറിയ ടെൻഷനായി തുടങ്ങി. ഞാൻ വിചാരിച്ചു, മാതാവേ ഇതെന്താ ഇങ്ങനെ, എനിക്ക് മാത്രം വിസ വരാത്ത, ഞാൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നെ മറന്നു പോയോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുക മാതാവിൻ്റെ അടുത്ത്. അന്ന് ഞാനിങ്ങനെ ഉടമ്പടി അപ്പം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ ദീപാവലിയുടെ ഹോളിഡേയ്സ് ഒക്കെ ആയിരുന്നു ഡൽഹിയിൽ. അപ്പോൾ ദീപാവലിയുടെ ഹോളിഡേയ്സ് ആയതുകൊണ്ട് അവിടെ VFSും വർക്ക് ചെയ്യുന്നുണ്ടായില്ല. ആ സമയത്ത് ഞാൻ പിന്നെ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ അന്ന് ഒരു ചൊവ്വാഴ്ചയാണ് ഞാനിങ്ങനെ ഉടമ്പടി ധ്യാനം കൂടുക. ആ ഉടമ്പടി ധ്യാനം കൂടിയ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ പാസ്പോർട്ടില്ല, എൻ്റെ കയ്യിൽ ആകെയുള്ളത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പികൾ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പാസ്പോർട്ടിൻ്റെ എല്ലാ കോപ്പിയും എടുത്ത് വെച്ച് അതിൽ നമ്മുടെ വെഞ്ചരിച്ച തൈലവും ഉപ്പും ഒക്കെ ഞാൻ വിതറി ഞാനിങ്ങനെ ധ്യാനത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, വിസയ്ക്ക് വെച്ചിരിക്കുന്ന മക്കൾക്ക് വിസ അപ്രൂവായി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിശ്വസിച്ചു ഇതെൻ്റെ വിസ അപ്രൂവായി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം അന്നത്തെ ദിവസം നമുക്ക് വിസയുടെ അപ്രൂവലൊന്നും കാണാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം ഞാൻ വിസയുടെ സൈറ്റ് എടുത്ത് നോക്കിയപ്പം എൻ്റെ വിസ അപ്രൂവ്ഡ് ആയെന്ന് കണ്ടു. അങ്ങനെ ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം എനിക്ക് ഉറപ്പുണ്ട് ആ വിസ അന്ന്, കാരണം അത്രയും ദിവസം ദീപാവലിയുടെ ഹോളിഡേയ്സാണ്, ആ വിസ ഓഫീസിൽ ആരും ചെന്നിട്ടില്ല, ചൊവ്വാഴ്ചയും ലീവാണ്. അപ്പോൾ എനിക്ക് ആ വിസ അടിച്ചു തരണമെങ്കിൽ ആരാ? അത് മാതാവാണ്. ആ മാതാവ് തന്നെ ചെന്ന് എൻ്റെ വിസ എനിക്ക് അപ്രൂവ് ആക്കി തന്നുകൊണ്ട് എനിക്ക് ആ വിസ അപ്രൂവ്ഡ് ആയത്. അപ്പോൾ ഇപ്പോഴും ഞാനത് വിശ്വസിക്കുന്നത് എനിക്ക് മാതാവ് ആ വിസ എനിക്ക് അടിച്ചു തന്നെന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദിവസങ്ങൾ അപ്പം ഞാൻ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ കൃപാസന റാലിക്ക് എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൃപാസന റാലി കൂടാൻ പറ്റണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും. അപ്പോൾ ഇവർക്ക് ഓൾറെഡി വിസ വന്നു, അപ്പോൾ ഇവർക്ക് അങ്ങനെ പറയാം, എനിക്കത് പറയാൻ പറ്റണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാൻ കൃത്യം
കൃപാസന റാലി വരുന്നത് ഒക്ടോബർ 25 എൻ്റെ വിസ നമ്മുടെ നാട്ടിലെ ഏജൻസിയിൽ വരുന്നത് ഒക്ടോബർ 24 അങ്ങനെ കൃത്യം കൃപാസന റാലിയുടെ തലേ ദിവസം എൻ്റെ വിസ അപ്രൂവ്ഡായി. ഞാൻ ഇവിടെ നന്ദി പറഞ്ഞാണ് ഞാൻ ഇവിടെ കൃപാസന റാലി കൂടാൻ വന്നത്. ഞാൻ അങ്ങനെ കൃപാസന റാലി കൂടാൻ വന്നപ്പോൾ ഞാൻ ഇതിൽ കയറി വരിക. അപ്പോൾ ഞാനിവിടെ മാതാവിനോട് ഈശോയോട് നോക്കി പറയുകയാണ്, എനിക്കിവിടെ ഈ ആൾക്കാരെ വന്ന് എനിക്ക് എൻ്റെ കൂട്ടുകാരെയും കൂട്ടി വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം കൂടെ മാതാവ് ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങൾ വിസ വന്നു. കൃപാസന റാലിയിൽ ഞങ്ങൾ 3 പേരും നന്ദി ചൊല്ലി പ്രാർത്ഥിച്ചു, പങ്കെടുത്തു. ഈ നവംബർ 18 ഞങ്ങൾ ഡേറ്റ് എടുത്തു, ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഞങ്ങൾ പോവാണ്. ഞങ്ങൾക്ക് നവംബർ 23-നും 29-നുമാണ് ഞങ്ങൾക്ക് എക്സാം വരുന്നത്. അതിന് മാതാവ് എന്തായാലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഇത്രയും മാതാവ് എത്തിച്ചു. കാരണം എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. കാരണം ഞങ്ങളുടെ OET എക്സ്പയർ ആയി, എന്നിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഈ അയർലൻഡിന് പോകുന്നതെന്ന് എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നത്. എല്ലാവർക്കും ഒരു അത്ഭുതം. കാരണം ഞങ്ങൾ പഠിക്കാൻ ചെന്നിടത്താണെങ്കിലും ആൾക്കാർ ഞങ്ങളോട് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അതിന് OET ഇനി 1 മാസം കൂടെ അല്ലേ ഉള്ളൂ, നിങ്ങളുടെ ജോബ് ഓഫർ ലെറ്റർ പോലും വന്നിട്ടില്ല, ഇനി നിങ്ങൾ എങ്ങനെ പോകാനാണ്, ഏജൻസിക്കാർ പറ്റിക്കുന്നതായിരിക്കും എന്നൊക്കെ അവർ ഞങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ DL വരെ വാലിഡിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം അവരോട് ഞങ്ങൾ പറയുന്നെങ്കിലും അവർ പറയുന്നത് അതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട, ഏജൻസിക്കാർ വെറുതെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളുടെ മെയിൽ വന്നു, ഞങ്ങളുടെ എക്സാമിൻ്റെ മെയിലിൻ്റെ സമയത്ത് അതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ DLൻ്റെ വാലിഡിറ്റി മാത്രമേ അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ, OETനെ കുറിച്ച് അവർ മെൻഷൻ പോലും ചെയ്യുന്നില്ല, DL മാത്രമേ അവർ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പത്രം കൊടുക്കാൻ ഭയങ്കര മടിയാണ്, ഇപ്പോഴും ചെറിയ മടിയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾ പത്രം കൊടുക്കാനായിട്ട് ആദ്യമേയൊക്കെ പള്ളിയിൽ തന്നെയായിരുന്നു കൊടുക്കുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ ഒരു തവണ പറഞ്ഞു, ഈ പള്ളിയിൽ തന്നെ കൊടുത്തിട്ട് എന്താ കാര്യം, അവിടെയുള്ള എല്ലാവരും തന്നെ കൃപാസനത്തിനെക്കുറിച്ചും എല്ലാം കേട്ടിട്ടുണ്ട്, കേൾക്കാത്തവരെയാണല്ലോ നമ്മൾ ഇത് അറിയിക്കേണ്ടത്. അങ്ങനെ ഭയങ്കരമായിട്ടും ധൈര്യം സംഭരിച്ച് ആകെ ഭയങ്കര ചമ്മലൊക്കെ ആയിരുന്നു കൊടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിലോട്ട് പോയി ആണ് പത്രമൊക്കെ കൊടുത്തത്. കുറേ ആൾക്കാരൊക്കെ റിജക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ വിചാരിക്കും ഇതെന്താ ഇവരിങ്ങനെ. പിന്നെ ഞാൻ വിചാരിക്കും കുഴപ്പമില്ല, റിജക്ഷനൊക്കെ വരുന്നതാണ് നല്ലത്, നമുക്കെന്നാലേ കുറച്ചും കൂടെയൊക്കെ മാതാവിനൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കണമല്ലോ, മാതാവിനെ നമ്മൾ കൂടുതൽ അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ആഷ്ന, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ ഇതുപോലെ തന്നെ ഒത്തിരി പ്രാർത്ഥിച്ചും ഉടമ്പടിയിൽ ജീവിച്ചുമാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു അനുഗ്രഹം ലഭിച്ചത്. ഉടമ്പടിയിലേക്ക് വരാൻ കാരണം അൻവരിയെ പറഞ്ഞതുകൊണ്ടും മാത്രമല്ല, അവൾ ജോലിക്ക് വേണ്ടി അങ്ങനെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പണ്ട് തൊട്ടേ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈശോയോടാണ് ഞാൻ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. മാതാവിനോട് സംസാരിച്ച് മാതാവിലൂടെ ഈശോയിന്നൊരു കാര്യം കണ്ടുപിടിക്കുക എന്നുള്ളത്, മീൻസ് നേടിയെടുക്കുക എന്നുള്ളത് എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ള കാര്യമല്ല. അപ്പം മാതാവിലേക്ക് കുറച്ചുകൂടെ എങ്ങനെ വിശ്വാസപൂർണ്ണമായിട്ട് മാതാവിലേക്ക് അടുക്കാം എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് ഉടമ്പടിയിലൂടെ അത് സാധിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് മാതാവിനെ കുറച്ചുകൂടെ അറിയാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വന്നത്. ഉടമ്പടി ഇവർ രണ്ടുപേരും മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു, ഞാൻ വേറൊരു ഹോസ്പിറ്റലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഓൾറെഡി ജോലിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. കാരണം ഞാൻ എങ്ങനെ ജോലി ചെയ്ത്, മീൻസ് എത്ര എഫേർട്ട് ഇട്ട് ജോലി ചെയ്താലും എങ്ങനെ പോയാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ എല്ലാ ആഴ്ചയും ഉണ്ടാവും. എന്നും എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ, 2 എക്സ്പ്ലനേഷൻ, അങ്ങനെ എന്നും എക്സ്പ്ലനേഷൻ, എല്ലാ മാസവും എക്സ്പ്ലനേഷനായിട്ട് ഡയറക്ടർ അച്ഛനെ കാണാൻ പോവുക, അങ്ങനെ എന്നും എനിക്ക് പ്രശ്നങ്ങളായിരുന്നു എൻ്റെ ജോലിയിൽ. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവർ വരെ പറയുമായിരുന്നു, ആഷിന് കൂടെ ഉണ്ടെങ്കിൽ വാർഡിൽ എന്നും തിരക്കാ, എന്നും പ്രശ്നങ്ങളാ, അങ്ങനെ എന്നും അവരെന്നെ കുറ്റപ്പെടുത്തി പറയുമ്പം ഒക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അന്ന് തൊട്ടാണ് കുർബാനയിൽ കൂടുതലായിട്ട് പങ്കെടുക്കാൻ തുടങ്ങിയത്. പണ്ടും കുർബാനയിൽ പങ്കെടുക്കും, കൊന്ത ചൊല്ലും, അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി കുർബാനയിൽ ജീവിക്കുന്ന ദൈവത്തെ കാണാൻ തുടങ്ങിയത് ഉടമ്പടി എടുത്തേ പിന്നെയാണ്. കൊന്ത ചെല്ലുമ്പോഴും നന്മ നിറഞ്ഞ മറിയമേ എന്നൊക്കെ ചെല്ലുമ്പം അത് എന്താണെന്ന് അർത്ഥം മനസ്സിലാക്കി ചെല്ലാൻ തുടങ്ങിയത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലവും കാശുരൂപമൊക്കെ എന്നും എൻ്റെ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് കയറിക്കൊണ്ടിരുന്നത്. അങ്ങനെ പയ്യെ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ ഡ്യൂട്ടിയിലാണെങ്കിൽ പോലും എനിക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. പയ്യെ എൻ്റെ പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഉടമ്പടി തൈലവും ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് ഇതുകൂടാതെ അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഉടമ്പടി എടുത്തത് വഴി എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മമാരൊക്കെ ഒരു ദിവസം 5-6 കൊന്തകളൊക്കെ ചൊല്ലി കാണാറുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര അതിശയമായിരുന്നു. അതെങ്ങനെയാണ് നമുക്ക് സാധിക്കണം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തത് വഴി എനിക്ക്
കൊന്ത ചെല്ലാനും അല്ലെങ്കിൽ മാതാവിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ദിവ്യബലിയിലായാലും പല വിചാരം കൂടാതെ പങ്കെടുക്കാനൊക്കെ, കാരണം ഉടമ്പടിയിലാണല്ലോ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ അമ്മമാരൊക്കെ ഇത്രയും കൊന്ത ചെല്ലി തീർക്കുന്നുണ്ട്, നമുക്ക് ഒരു കൊന്ത തന്നെ ചെല്ലി തീർക്കാമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ആത്മീയമായിട്ട് കുറേ വളരാനായിട്ട് സാധിച്ചു. അത് വലിയൊരു മാറ്റമാണ്. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ കിട്ടി പോകാൻ സാധിക്കും.